Good afternoon. So now we discuss here 10 subsection 5 10 subsection 5 so problems discuss here area problems. Next question. Mr. A retires from service on December 31st, 2022 after 25 years of service. Following are the particulars of income or investment for the previous year 22-23. Basic pay 16,000 per month for 9 months. Normally sometimes namakku endu tharilla in 9 months and tharilla. So because namakku endana 31st March 1st April thottana nammade financial year 22-23 varunathu. So 22-23 il endana January, February, March illa. So 3 മാസം ഒഴികെ ബാക്കി 9 മാസമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സംടൈംസ് അവരെ ക്വസ്റ്റ്യനിൽ എന്ത് തരില്ല, ഈ 9 മന്ത്സും തന്നില്ല എങ്കിലും സോ 1 lakh അതായത് 16,000 into 12 എടുക്കരുത്, 16,000 ഈ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി ഗിവൺ ആണ്. Then dearness pay 50% form part of retirement benefit 8,000 per month for 9 months, so and so 72,000. Lump sum payment received from unrecognized provident fund 6 lakh. Deposit in PPF account 40,000. Out of the amount received from unrecognized provident fund, unrecognized provident fund il ninnu kittiyadile the employer's contribution was 2,20,000 and the interest thereon 50,000. Employees contribution 2,50,000 and interest thereon 60,000. What is the taxable portion of the amount received from unrecognized provident fund in the hands of Mr. A for the assessment year 23-24? Assessment year 23-24. So, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ എവിടെ പോയി, ഏത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ പോയെന്നാണോ പറഞ്ഞിരിക്കുന്നത്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ പോയിരിക്കുന്നതാണോ പറഞ്ഞിരിക്കുന്നത്. പ്രോവിഡന്റ് ഫണ്ട് ഏതിനേക്കാണ് കോൺട്രിബ്യൂഷൻ? ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. സോ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കാണ് എങ്കിൽ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മള് പ്രോവിഡന്റ് ഫണ്ടിന്റെ എല്ലാം ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ശ്രദ്ധിക്കുക, URPF. സോ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ ലംസം എമൗണ്ട് കിട്ടിയാൽ employees contribution there will not be any tax liability at all because എനിക്ക് കിട്ടിയത് എംപ്ലോയിക്ക് കിട്ടിയത് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്ത് എഫക്റ്റ് വർത്തുള്ളൂ. then employees കോൺട്രിബ്യൂഷന്റെ പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് എന്തിനണ്ടറിൽ പോകും? ഇൻകം ഫ്രം അതർ സോഴ്സ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനും എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷന്റെ പുറത്ത് വരുന്ന ഇൻട്രസ്റ്റും എന്തിൽ വരും? ടാക്സ്ഡ് അണ്ടർ സാലറി ആസ് പെർ അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 3. പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി ആയിട്ട് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നോക്കാം, നമുക്ക് നോക്കാം അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് URPF നിന്ന് കിട്ടുന്ന ലംസം എമൗണ്ട് പറയുന്നുണ്ട് 6 lakh എന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ഓരോന്നും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടോട്ടൽ ഫണ്ടിലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് വരുന്നത്? 2,20,000. then interest on employers contribution. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യന് interest on employers contribution and interest thereon 50,000. so ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2,70,000. 2,70,000 എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? എവിടെയാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ URPF-ൽ നിന്ന് കിട്ടുന്ന അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? അണ്ടർ സാലറി അല്ലെ? 17 സബ്സെക്ഷൻ 3
Profit in lieu. So salary includes 17 subsection 1 is an inclusive definition. 17 subsection 1 പ്രകാരം എന്താണ് സാലറിക്കകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. 17 subsection 2 പ്രകാരമുള്ള പെർക്യൂസിറ്റും 17 subsection 3 പ്രകാരമുള്ള പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി ഉൾപ്പെടെ therefore taxed under the head salaries. So salaries എത്രയാണ് 2,70,000 being taxed under section 17 subsection 3 profit in lieu salary ആയിട്ടാണ്. Then ഇനി എന്തൊക്കെയാണുള്ളത്? employees contribution. So എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിലും എന്താണ് ഒരു രീതിയിലും എന്ത് ചെയ്യത്തില്ല, ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യത്തില്ല. ബിക്കോസ് എനിക്ക് കിട്ടിയത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ആ ഒരു ഇമ്പാക്റ്റേ വരുന്നുള്ളൂ. സോ എന്താണ് അത് ഇഗ്നോർ ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ നോട്ട് ടാക്സ്ഡ്. ദെൻ ഇനി എന്താണുള്ളത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ പുറത്ത് എംപ്ലോയീസ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 2,50,000 എത്രയാണ്? 2,50,000 ആയിരുന്നു എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആൻഡ് ₹60,000. സോ ഇത് എവിടെ ടാക്സ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ₹60,000 എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്? ₹60,000 income under the head other source. So ₹60,000 will be taxed under IFOS. Income under the head IFOS. Then so നമുക്ക് കണ്ടുപിടിക്കാം. So taxability of amount. Taxability of amount from URPF, unrecognized provident ഫണ്ടിൽ നിന്ന് കിട്ടിയത് particulars amount in rupees. Okay. So first എന്തായിരുന്നു? Under the head salaries. Income under the head. So examiner income under the head salaries. So salaries എന്തൊക്കെയാണ് വരുന്നത്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 2,50,000 2,20,000 and interest on employers contribution എത്രയാണ്? 50,000. സോ അങ്ങനെ ടോട്ടൽ 2,70,000 എവിടെ വരും? ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ഇൻകം അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം other source. So other source like വരുന്നത് എന്താണ്? Interest on employees contribution. So employee contribution എത്രയാണ്? 60,000. So ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? Taxable amount received from URPF. Total 3,30,000. So ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ 80C ഡിഡക്ഷൻ കിട്ടുമോ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ സോ ഇവിടെ നമ്മൾ ഇഗ്നോർഡ് എന്ന് എഴുതി. സോ എന്താണ് 80C ഡിഡക്ഷൻ കിട്ടുമോ? ഇല്ല. സോ എന്താണ്? റെക്കഗ്നൈസ്ഡ് ആയിരുന്നുവെങ്കിൽ കിട്ടിയേനെ. അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് എന്താണ്? നോ ഡിഡക്ഷൻ. സോ ഇവിടെ എഴുതുക നോ ഡിഡക്ഷൻ.
no deduction under section 80C. Okay, 80C പ്രകാരം എന്താണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് ഡിഡക്ഷൻ കൂടെ കിട്ടില്ല. സോ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല ബിക്കോസ് എനിക്ക് കിട്ടിയത് ഞാൻ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, അത് റെക്കഗ്നൈസ്ഡ് അല്ല, അൺറെക്കഗ്നൈസ്ഡ് ആണെന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് എനിക്ക് അപ്പൊ എന്ത് കിട്ടത്തില്ല? സോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഉള്ളപ്പോൾ എന്തിനാണ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ചൂസ് ചെയ്തത്? സോ നിങ്ങൾ പേ ചെയ്യുന്നതിന് ടാക്സ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എന്തും കിട്ടില്ല, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് 80Cയിലെ ഡിഡക്ഷനും കിട്ടില്ല. സോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ അക്കൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? സോ ജസ്റ്റ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF ആണ്. സോ അത് 80C ഡിഡക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെക്ഷൻ 80Cയിലെ ഡിഡക്ഷൻ നമുക്ക് കിട്ടും. Then will your answer, so clear ആണോ ക്വസ്റ്റ്യൻ? കിട്ടിയോ എല്ലാവർക്കും? നെക്സ്റ്റ് ഇതിന്റെ ആൻസർ പറയാം. Will your answer be any different if the fund mentioned the above was recognized provident fund? സോ ഈ പറയുന്ന പോലെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന് പകരം അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയിരുന്നു എങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കായിരുന്നുവെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? സോ നമുക്ക് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കായിരുന്നുവെങ്കിൽ RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കായിരുന്നെങ്കിൽ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുവോ ഇല്ലയോ? സോ എന്ത് കിട്ടും? ജസ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു, അങ്ങനെയാണോ പറയുന്നത്? സോ അയാൾ എന്താണ് അവിടെ നമുക്ക് ഒന്ന് രണ്ട് കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 years or more അല്ലെ? സോ ഇവിടെ 25 years ഓഫ് സർവീസ് ഉണ്ട്. 25 years ഓഫ് സർവീസിന് ശേഷമാണ് അവിടുന്ന് എന്ത് ചെയ്യുന്നത്? റിട്ടയർ ചെയ്യുന്നത്. സോ നമ്മളവിടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെക്കഗ്നൈസ്ഡ് എമൗണ്ട് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലംസ് എമൗണ്ടിനെ കുറിച്ചാണ്. സോ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് അറ്റ് ദ ടൈം ഓഫ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്. സോ ലംസം എമൗണ്ട് കിട്ടിയാൽ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 12 പ്രകാരം സർവീസ് എത്രയുണ്ട്? സർവീസ് നമ്പർ ഓഫ് സർവീസ് എത്രയാണ്? 25 years സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ്. എമൗണ്ട് received എന്തായിരിക്കും? received will be fully exempted. Clear അല്ലേ? fully exempted. So at the time of receipt ആണ് employer's contribution excess of dash 12% of salary plus interest credited to RPF in excess of 9% per annum taxability attract ചെയ്യുന്നത്. So 10 subsection 12 പ്രകാരം അതിൽ നിന്ന് ലംസം എമൗണ്ട് കിട്ടുക. ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ രണ്ടുപേരുടെ ഇൻട്രസ്റ്റും എല്ലാം എന്താണ് 10 സബ്സെക്ഷൻ 12 പ്രകാരം എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ്. അൺറെക്കഗ്നൈസ്ഡ് ആയിരുന്നെങ്കിൽ 3,30,000 ടാക്സബിലിറ്റി വരുന്ന സെനാരിയോയില് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത 10 സബ്സെക്ഷൻ 5 LTC ആണ്. മിസ്റ്റർ ഡി went on holidays on 15/25/12/2022 Delhi. To Delhi. That means in India. നമ്മൾ എടുത്തു പറയുന്നുണ്ട് ടൂർ പോകുന്നത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എന്തായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. with his wife and 3 children. So with his wife and 3 children, one son age 5 years and twin daughters age 3 years. They went by flight economy class and the total cost of tickets reimbursed by his employer was ₹60,000. That means 45,000 for adult and 15,000 for 3 of the minor children. Compute the amount of LTC exempt. So നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഞാൻ പറയാം. സോ മിസ്റ്റർ ഡി ആരുണ്ട്? സ്പൗസ് ഉണ്ട്. സ്പൗസ് then 3 children. സോ രാവിലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു
സോ നമുക്ക് 3 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ടൂറിന് അല്ലെങ്കിൽ അവ ടൂർ കൊണ്ടുപോകരുന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സംഷൻ കിട്ടുന്നത് നമ്മുടെ പറയുന്ന ആ ഡേറ്റ് എത്രയായിരുന്നു? ഒരു ഡേറ്റ് പറയുന്നുണ്ട് അവിടെ, ഒരു റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഡേറ്റ് പറയുന്നുണ്ട്. എത്രയായിരുന്നു ആ ഡേറ്റ്? 1/10/1998 അല്ലെ? 1/10/1998. ഒന്ന് ശ്രദ്ധിക്കാം. സോ 3 ചിൽഡ്രൻ അതിനകത്ത് നോക്കാം. നമുക്ക് സൺ, ഒരു സൺ ആണുള്ളത്. എത്രയാണ് ഏജ്? 5 years. Then twin daughters 3 years. സോ ഇതിന്റെ മീനിങ് എന്താണ്? മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് എന്നല്ലേ? 5 വയസ്സുള്ള മകൻ, 3 വയസ്സുള്ള ട്വിൻ ഡോട്ടേഴ്സ്. ഇതിന്റെ മീനിങ് എന്താണ്? പറയാതെ ഒരു വേർഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കണം എന്താണ്. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫസ്റ്റ് ചൈൽഡിന് ശേഷം, ദാറ്റ് മീൻസ് 1/10/1998 ശേഷം ആയിരിക്കും. ഒബ്വിയസ്ലി 5 year എന്ന് പറഞ്ഞാൽ 5 വയസ്സേ ഉള്ളൂ. 2022-23 കാര്യമാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് സൺ ഉണ്ടായിരിക്കുന്നത് ആഫ്റ്റർ 1/10/1998 ആയിരിക്കും. ദെൻ മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ ആ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യണോ വേണ്ടയോ? മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് അങ്ങനെയാണെങ്കിൽ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യണോ? റെസ്ട്രിക്ഷൻ ബാധകമാണോ അല്ലയോ? അതോ 3 ചിൽഡ്രനും ഈ പറയുന്ന ലീവ് ട്രാവൽ കൺസെഷൻ 3 പേർക്കും കിട്ടും അല്ലെ? സോ നമുക്ക് എന്താ ഇവരിനി നമുക്ക് ഇതുണ്ട്, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 3 പേർ, അതായത് എന്താണ്, എംപ്ലോയിക്ക് കിട്ടും, സ്പൗസിന് കിട്ടും, 3 ചിൽഡ്രനും കിട്ടും എന്താ ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ. സോ അവര് പോയത് എങ്ങനെയാണ്? ഹോളിഡേ ഇപ്പൊ ചിൽഡ്രൻ 3 ചിൽഡ്രൻ ഓൺ ഫ്ലൈറ്റിലാണ്. സോ അവർ എങ്ങനെയാണ് അവര് ഈ പറയുന്ന ട്രാവൽ പെർഫോം ചെയ്തത്? ബൈ എയർ ആണ് അല്ലെ? സോ എയറിലാണെങ്കിൽ എന്തുവരെയാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്? ട്രാവൽ ചെയ്യുന്നത് എയർ ആണെങ്കിൽ സോ ലീസ്റ്റ് എന്തൊക്കെയായിരുന്നു? ആക്ച്വൽ ഓർ പിന്നെ ഏത് ക്ലാസ് ആണ്? എയർ ആണെങ്കിൽ എയറിലാണെങ്കിൽ ഏത് ക്ലാസ് വരെയാണ് കിട്ടുന്നത്? ആക്ച്വൽ അല്ലെങ്കിൽ എക്കണോമി ക്ലാസ് അല്ലെ? സോ ഇവിടെ എക്കണോമി ക്ലാസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എക്കണോമി ക്ലാസ്. സോ ദാറ്റ് മീൻസ് ഇവിടെ അവർ പെർഫോം ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആക്ച്വലും എക്കണോമി ക്ലാസ്സിലാണ് അവർ ആക്ച്വലി പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെൻഡിച്ചർ നോക്കാം. സോ ആക്ച്വൽ അല്ലെങ്കിൽ എന്തോ റീഇംബേഴ്സ്. സോ ലീവ് ട്രാവൽ പെർഫോം ചെയ്താൽ എംപ്ലോയർ നമുക്ക് എന്തെങ്കിലും എനിക്ക് ചെലവായത് എംപ്ലോയർ തിരിച്ചു തന്നാലല്ലേ എനിക്ക് ബെനിഫിറ്റ് വരത്തുള്ളൂ. സോ ആൻഡ് ടോട്ടൽ ടിക്കറ്റ് കോസ്റ്റ് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. സോ എൻറ്റയർ ടിക്കറ്റ് കോസ്റ്റ്, സോ ട്രാവൽ നടത്താൻ എടുത്ത എൻറ്റയർ ടിക്കറ്റ് കോസ്റ്റ് എന്ത് ചെയ്തു? എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തു. എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്? കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ലീവ് ട്രാവൽ കൺസെഷൻ എക്സംപ്റ്റഡ്. സോ ഇവിടെ ആർക്കെങ്കിലും എക്സെപ്ഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടോ? സോ ഇവിടെ എത്രയാണ്? 2 റീഇംബേഴ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് 60,000, 45,000. അഡൽസിന് 2 പേർക്കും കൂടെ 45,000. ആക്ച്വൽ 45,000 ആണ്. ആക്ച്വൽ എടുത്തിരിക്കുന്നത് എന്താണ്? എക്കണോമിക് ക്ലാസ് ആണ്. സോ എക്കണോമിക് ക്ലാസ്സിലാകുന്ന എത്രയാണ്? 45,000 ആണ്. സോ നമുക്ക് എക്സംഷൻ എത്ര വരെ കിട്ടും? അഡൽട്ടിന്റെ കേസിൽ 45,000 വരെ എക്സംഷൻ കിട്ടും. പക്ഷേ ചിൽഡ്രന്റെ കേസിൽ 3 പേർക്കും എക്സംഷൻ അലൗഡ് ആണോ? സോ മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു 3 പേർക്കും എക്സംഷൻ അലൗഡ് ആണ്. ദാറ്റ് മീൻസ് സോ എത്രയാണ്? എൻറ്റയർ 15,000 ഓൾസോ എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? 3 പേർക്കും കൂടെ ചേർത്ത് എത്രയാണ്? 15,000 ആണ്. സോ 45,000 അഡൽട്സ്, ദാറ്റ് മീൻസ് എംപ്ലോയി, സ്പൗസ്. സോ 2 പേരും ട്രാവൽ പെർഫോം ചെയ്തത് എങ്ങനെയാണ്? എക്കണോമിക് ക്ലാസ്സിലാണ്. സോ ഫുള്ളി എക്സംപ്റ്റഡ്. ചിൽഡ്രനും എങ്ങനെയാണ് ട്രാവൽ പെർഫോം ചെയ്തത്? എക്കണോമിക് ക്ലാസ് ആണ്. 3 പേരുടെയും എക്സംഷൻ അലൗഡ് ആണ്. സോ ഫസ്റ്റ് ചൈൽഡ് ഉണ്ടായത് ഓൺ ഓർ ആഫ്റ്റർ 1/10/1998 ആണ്. പക്ഷേ മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ നമുക്ക് എന്താണ്?
രണ്ടാമത് വരുന്ന മൾട്ടിപ്പിൾ ബർത്ത് ഉൾപ്പെടെ എല്ലാ ചിൽഡ്രന്റെയും അലൗഡ് ആണ് ഇതിനകത്ത് 10 സബ്സെക്ഷൻ 5 പ്രകാരം. സോ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലീവ് ട്രാവൽ കൺസെഷൻ എക്സംഷൻ എത്രയാണ്? സോ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? സോ ഈ 45,000 എക്സംപ്റ്റഡ് ആണോ? 45,000 എക്സംപ്റ്റഡ് ആണോ? 45,000 എക്സംപ്റ്റഡ് ആണോ? അതേപോലെ ഈ 15,000 എക്സംപ്റ്റഡ് ആണോ? ആണ് അല്ലെ? സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? എൻറ്റയർ റീഇംബേഴ്സ്മെന്റ് ഓഫ്, therefore നമുക്ക് നമ്മുടെ ആൻസർ എന്താണ്? എൻറ്റയർ റീഇംബേഴ്സ്മെന്റ്, എൻറ്റയർ reimbursement of rupees 60,000 by employer is fully exempted. Fully exempted. No. So ഒരു രൂപ പോലും എന്താണ് 10 subsection 15 പ്രകാരം ടാക്സബിലിറ്റി വരത്തില്ല, because entire amount will be exempted. That means എന്താണ്? എല്ലാം ഈ 60,000 എന്താണ് നമ്മൾ പറയുന്ന ഈ 10 സബ്സെക്ഷൻ 5 പ്രകാരമുള്ള എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ്. സോ അവർ ഇന്ത്യയിലാണ് ട്രാവൽ ചെയ്തത്, ഒരു പോയിരിക്കുന്നത് എംപ്ലോയി, സ്പൗസ് പ്ലസ് 3 ചിൽഡ്രൻ ഉണ്ട്. പക്ഷെ എന്താണ്, മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് എന്താണ് 3 പേർക്കും എക്സംഷൻ അലൗഡ് ആണ്. ദെൻ അവർ ട്രാവൽ പെർഫോം ചെയ്തിരിക്കുന്നത് ബൈ എയർ ആണ്. സോ അവര് ഏത് ക്ലാസ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്? എക്കണോമി ക്ലാസ് ആണ്. therefore അവർക്കുണ്ടായ ചെലവ് ഫുള്ള് എക്സംപ്റ്റഡ്. സോ ചെലവിന് അഗെയിൻസ്റ്റ് ആയിട്ട് റീഇംബേഴ്സ് ചെയ്ത് കിട്ടിയ ഫുൾ എമൗണ്ട് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ ആണോ പോയിന്റ്? ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. വിൽ there be any difference if among the 3 children twins were 5 years old and son 3-year-old? Discuss. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവർ ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ, സോ എന്താണ്, എംപ്ലോയി, ദെൻ സ്പൗസ്, 3 ചിൽഡ്രൻ. സോ ഇതിനകത്ത് എന്താണ് പറഞ്ഞത്? 3 ചിൽഡ്രൻ എങ്ങനെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ട്വിൻ ചൈൽഡിന് എത്രയാണ് ഏജ് പറഞ്ഞിരിക്കുന്നത്? 5 years. 5 years. ദാറ്റ് മീൻസ് ആദ്യം ഉണ്ടായത് ആരാണ്? ട്വിൻസ് ആണ്. ദെൻ അതിനുശേഷം ഡോട്ടർ 3 years. ഇവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ആപ്ലിക്കബിൾ ആകുമോ? സോ ആദ്യത്തെ ഉണ്ടോ ഇവിടെ ഒബ്വിയസ്ലി 5 year എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ 1/10/1998 ആണ്. സോ 5 ട്വിൻ ചിൽഡ്രൻ, ആദ്യത്തെ ചൈൽഡിന് എത്രയാണ്? അല്ലെങ്കിൽ ആദ്യത്തെ മൾട്ടിപ്പിൾ ബർത്തിൽ ഉണ്ടായിരിക്കുന്ന ചിൽഡ്രന് 5 year old ആണ്. therefore രണ്ടാമത് ഉണ്ടാകുന്ന മൂന്നാമത്തെ ചൈൽഡിന് കിട്ടുമോ? സോ റെസ്ട്രിക്ഷൻ ഇമ്പോസ്. ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ഫസ്റ്റ് ചൈൽഡ് മൾട്ടിപ്പിൾ ബർത്ത് ആയതിനു ശേഷം രണ്ടാമത്തെ ഉണ്ടാകുന്ന ചൈൽഡിനോ നമുക്ക് എന്ത് കിട്ടില്ല? എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 5 അലൗഡ് അല്ല. therefore നമുക്കിവിടെ ആർക്ക് മാത്രമേ കിട്ടൂ? അല്ലെങ്കിൽ എത്ര ചിൽഡ്രന് കിട്ടും? എൻറ്റയർ 3 ചിൽഡ്രന് കിട്ടുമോ? സോ മൾട്ടിപ്പിൾ ബർത്ത്, ആദ്യത്തെ മൾട്ടിപ്പിൾ ബർത്തിന് എന്താണ് 10 സബ്സെക്ഷൻ 5 എക്സംഷൻ കിട്ടും. പക്ഷേ അതിനുശേഷം ഉണ്ട് 3 year ഉള്ള ഡോട്ടർക്ക് എന്ത് കിട്ടില്ല? എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 5 കിട്ടില്ല. അവിടെ റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യും. എന്താണ്? മാക്സിമം 2 children if children born on or after 1/10/1998. സോ അതിൽ എക്സംഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? മൾട്ടിപ്പിൾ ബർത്ത് ആഫ്റ്റർ ഫസ്റ്റ് ചൈൽഡ്. സോ ഫസ്റ്റ് ബർത്ത് തന്നെ മൾട്ടിപ്പിൾ ബർത്ത് ആണെങ്കിൽ എന്താണ്? അവിടെ കൊണ്ട് തീർന്നു. സോ ഇവിടെ എത്ര പേർക്ക് കിട്ടുള്ളൂ? എംപ്ലോയിക്ക് കിട്ടും, സ്പൗസിന് കിട്ടും. അത് എത്രയായിരുന്നു? 45,000. ദെൻ 3 പേർക്കാണ് 15,000. സോ നമുക്ക് എങ്ങനെ എടുക്കാം? 15,000 ഡിവൈഡഡ് ബൈ 3. ഒരാൾക്ക് എത്രയാണ്? 5,000. സോ ദാറ്റ് മീൻസ് 2 പേർക്ക് 5,000 വെച്ച് 2 × 5,000 എത്രയാണ്? 10,000 വരെ എക്സംഷൻ കിട്ടും. അതിനുശേഷമുള്ള 5,000 എന്താണ്? എക്സംഷൻ കിട്ടില്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് എത്ര വരെ എക്സംഷൻ കിട്ടുള്ളൂ? നമുക്ക് റീഇംബേഴ്സ്മെന്റ് 60,000 കിട്ടിയാലും, സോ therefore എക്സംഷൻ, നമുക്ക് എക്സംഷൻ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ LTC, ഈ രണ്ടാമത്തെ കേസിൽ LTC എക്സംപ്റ്റഡ് എത്ര വരും? സോ ടോട്ടല് 60,000 ഉണ്ട്. അതിൽ നമുക്ക് റെസ്ട്രിക്ഷൻ പ്രകാരം എന്താണ്? ഈ 5,000 എന്ത് കിട്ടില്ല? 10 സബ്സെക്ഷൻ 5 എക്സംഷൻ കിട്ടില്ല. സോ അതിൽ നിന്ന് 60,000 നിന്ന് 5,000 കുറച്ചാൽ നമുക്ക് എത്ര വരും? എത്ര വരെ കിട്ടുള്ളൂ? ഈ 45,000 പ്ലസ് ഈ 10,
55,000 നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? എക്സംഷൻ അലോ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണോ? നമുക്ക് റിമൈനിങ് തിയറി ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഉള്ള പ്രോബ്ലംസ് കൂടെ സോൾവ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഹെഡ് കൊടുക്കാം, മെഡിക്കൽ ഫെസിലിറ്റി. സോ മെഡിക്കൽ ഫെസിലിറ്റി ഏത് ഇതിലാണ് വരുന്നത്? മെഡിക്കൽ ഫെസിലിറ്റി നമുക്കറിയാം, മെഡിക്കൽ ഫെസിലിറ്റി സബ്ജക്ട് ടു സർട്ടൻ പ്രിസ്ക്രൈബ് ലിമിറ്റ് എന്താണ്? ഏത് ഹെഡിലാണ് വരുന്നത്? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പെർക്വിസിറ്റിയിലാണ് വരുന്നത്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റി. ഈ പറയുന്ന ലിമിറ്റ് വരെ. സോ ആ ലിമിറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അത്ര ആ ലിമിറ്റ് വരെ എന്താണ്? എക്സെംപ്റ്റഡ് ആണ്. സോ അതിന് മുകളിലാണെങ്കിൽ എന്ത് വരും? എല്ലാവർക്കും ടാക്സബിൾ ആകും. ഓക്കെ. സോ ഒരേ ഒരു കേസിൽ മാത്രമേ നമ്മൾ എന്ത് നോക്കേണ്ട കാര്യമുള്ളൂ? സ്പെസിഫൈഡ് എംപ്ലോയി. അത് ലാസ്റ്റ് തേർഡ് സെനാരിയോ ആണ്. സോ ഫസ്റ്റ് സെനാരിയോ എല്ലാവർക്കും ടാക്സബിൾ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് സ്പെസിഫൈഡ് ആണെങ്കിലും നോൺ സ്പെസിഫൈഡ് ആണ്. രണ്ടാമത്തെ സെനാരിയോ എന്താണ്? രണ്ടുപേർക്കും ടാക്സബിൾ അല്ലാത്തത്. മൂന്നാമത്തെ സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം. ദെൻ അതിനകത്ത് വരുന്നത് നോക്കാം, മെഡിക്കൽ ഫെസിലിറ്റി. സോ വെരി ഇമ്പോർട്ടൻറ്റ്, മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റി. സോ മെഡിക്കൽ ഫെസിലിറ്റി ദാറ്റ് മീൻസ് എംപ്ലോയർ എംപ്ലോയിക്ക് മെഡിക്കൽ ഫെസിലിറ്റി കൊടുത്താൽ, എംപ്ലോയർ എംപ്ലോയിക്ക് മെഡിക്കൽ ഫെസിലിറ്റി കൊടുത്താൽ, സോ പെർക്വിസിറ്റ് ഉണ്ടോ? സോ പെർക്വിസിറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ് ടു എ സെർട്ടൻ ലിമിറ്റ്. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ നമ്മൾ പറയുന്ന അത്രത്തോളമാണ് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുന്ന പ്രൊവിഷൻ. അതായത് 17(2) പെർക്വിസിറ്റ് ആകുമോ അല്ലയോ എന്ന് നമ്മൾ നോക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. സോ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ. ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ. ഓക്കെ. സോ ഇന്ത്യയിലാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ. ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ. ഓക്കെ. സോ ഇന്ത്യയിലാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നോക്കും, ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ. സോ എംപ്ലോയർ എംപ്ലോയിക്കോ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, സോ എംപ്ലോയർ നേരത്തെ പോലെ എംപ്ലോയിക്കും ഫാമിലിക്കും ആണ് കൊടുക്കുന്നത്. ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഇൻ, സോ ട്രീറ്റ്മെന്റ് ഇൻ ഇന്ത്യയിൽ ട്രീറ്റ്മെന്റ് ഇൻ എംപ്ലോയേഴ്സ്. ട്രീറ്റ്മെന്റ് ഇൻ എംപ്ലോയേഴ്സ് ഓൺ ഹോസ്പിറ്റൽ. സോ എംപ്ലോയറുടെ സ്വന്തം, ഒന്നുകിൽ ഫസ്റ്റ് കേസ് എന്താണ്? എംപ്ലോയർ എംപ്ലോയിക്കോ ഫാമിലിക്കോ കൊടുക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയറുടെ തന്നെ സ്വന്തം ഹോസ്പിറ്റലിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ തേർഡ് ട്രീറ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് recognized ഹോസ്പിറ്റൽ. സോ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ, സോ ഈ മൂന്ന് എംപ്ലോയർ എംപ്ലോയിക്കോ ഫാമിലിക്കോ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഒന്നെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഒരു ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്. ഫുള്ളി എക്സംപ്റ്റഡ് എന്തായിരിക്കും? എംപ്ലോയി കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ആ എംപ്ലോയിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട് എന്താണ്? എംപ്ലോയിക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ടാക്സ് ചെയ്യത്തില്ല. 7(2) സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ്? പെർക്വിസിറ്റിനകത്ത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള പെർക്വിസിറ്റ് ആർക്കും ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലിലോ ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലിലോ ആണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. ദെൻ
Otherwise, that means എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഈ പറയുന്ന 3 കാറ്റഗറി ഓഫ് ഹോസ്പിറ്റലിൽ അല്ലാതെ എവിടെയെങ്കിലുമാണ് എംപ്ലോയിക്കോ ഫാമിലിക്കോ എംപ്ലോയർ ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്തുവരും ഫുള്ളി ടാക്സബിൾ. ക്ലിയർ ആണോ? എന്താണ് പോയിന്റ് എഴുതാം. മെഡിക്കൽ ഇൻഷുറൻസ് premium is fully exempted. So employee employer medical insurance premium pay ചെയ്താൽ അല്ലെങ്കിൽ reimburse ചെയ്താൽ fully exempted ആണ്. Next one. So ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ലീവ് ട്രാവൽ കൺസംഷൻ പോലെ എംപ്ലോയിക്ക് മാത്രമാണോ ട്രീറ്റ്മെന്റ് കിട്ടുന്നത്? സോ എക്സംഷൻ നോട്ട് ചെയ്യാം. എക്സംഷൻ ഫോർ ട്രീറ്റ്മെന്റ്. Exemption for treatment is allowed. Exemption for treatment is allowed to employee, then spouse, employee, spouse, then children. So the children the number na restriction illa. Then dependent, mother, father, brother, sister, others, sisters. So ഇത്രയും പേർക്ക് എന്താണ് മെഡിക്കൽ ഫെസിലിറ്റിയുടെ കേസിൽ ഇതേതാണ് ആപ്ലിക്കബിൾ ആണ്. ഇന്ത്യയിലാണെങ്കിൽ സോ മെഡിക്കൽ ഫെസിലിറ്റി ഇൻ ദി സെൻസ് ആർക്ക് കിട്ടും? എംപ്ലോയിക്ക്, എംപ്ലോയിയുടെ സ്പൗസിന്, ചിൽഡ്രന്, ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പാരന്റ്സിനും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഇത്രയും പേർക്ക് എന്ത് കിട്ടും? മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്താൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലോ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലോ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. വേറെ എവിടെയാണെങ്കിലും എന്താണ് ഫുള്ളി ടാക്സബിൾ. ഓക്കെ ആണോ? ഇത് എപ്പോഴാണ്? ട്രീറ്റ്മെന്റ് എവിടെ കൊടുത്താലാണ്? ഇന്ത്യയിൽ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. സോ ട്രീറ്റ്മെന്റ് ഇന്ത്യയിൽ പറ്റില്ല, അബ്രോഡ് ആണ് ട്രീറ്റ്മെന്റ് എങ്കിൽ. So then next നോക്ക treatment provided outside India. So ഇന്ത്യക്ക് പുറത്താണ് ട്രീറ്റ്മെന്റ് കൊടുത്തതെങ്കിൽ സോ ഇന്ത്യക്ക് പുറത്ത് ട്രീറ്റ്മെന്റിന് പോകുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാകുക? സോ ആക്ച്വലി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ, ദെൻ അവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു എക്സ്പെൻഡിച്ചർ, ദെൻ എന്താണ് ട്രാവലിംഗ് എക്സ്പെൻസസ്. സോ 3 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാകുന്നത്. എന്താണ് ഇന്ത്യയിലാണെങ്കിൽ എന്താണ് ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ എന്താണ് ആക്ച്വൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഉണ്ടാകും, സ്റ്റേ എക്സ്പെൻസ് ഉണ്ടാകും. എന്താണ് അബ്രോഡ് എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്തിട്ട് വേണമല്ലോ അബ്രോഡ് പോകാൻ. സോ നമുക്ക് നോക്കാം. 3 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാകുന്നത്. ആക്ച്വൽ, ട്രീറ്റ്മെന്റ് എക്സ്പെൻസ്. സോ ട്രീറ്റ്മെന്റിനായിട്ട് ആക്ച്വലി ചെലവായ എക്സ്പെൻസസ്, ദെൻ സ്റ്റേ എക്സ്പെൻസസ് ഉണ്ട്, ദെൻ എന്താണ് ട്രാവൽ എക്സ്പെൻസസ്. 3 എക്സ്പെൻസസ് ആണ്. സോ ഇതില് ഏതൊക്കെ എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒന്നും എക്സംപ്റ്റഡ് അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. സോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നോക്കാം. ആക്ച്വൽ എക്സ്പെൻഡിച്ചറും സ്റ്റേ എക്സ്പെൻഡിച്ചറും എന്താണ് എക്സംപ്റ്റഡ് ആണ്. സോ ഫുള്ളി എക്സംപ്റ്റഡ് ആണോ? എക്സംപ്റ്റ് അപ് ടു ലിമിറ്റ് prescribed by RBI. So Reserve Bank of India prescribe ചെയ്തിരിക്കുന്ന ലിമിറ്റ് വരെ എന്താണ് exempt. Up to limit prescribed by RBI. RBI prescribe the limit എത്രയാണോ അത്ര വരെ എന്താണ് exempted ആണ്. Exempt up to limit
prescribed by RBI. Okay. So RBI prescribed the limit were exempted ആണ്. Then travel expense in the case ആണെങ്കിൽ fully നോക്കാം, fully exempted fully exempted fully exempted fully exempted fully exempted if gross total income if employees gross total income is up to the total gross total income is up to rupees 2 lakhs. So rupees 2 lakh വരെയാണ് എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ് travel expense fully exempted. Okay. So comma otherwise, that means employee gross total income 2 lakh ന് മുകളിലാണെങ്കിൽ otherwise fully taxable. Otherwise എന്താണ് fully taxable. So ഒന്നുകിൽ fully എന്താണ് up to 2 lakh gross total income എന്ന് എഴുതി വെക്കരുത്. gross total income is up to 2 lakh വരെയാണ് gross total income എന്താണ് fully exempted. So if otherwise, that means എന്താണ് gross total income 2 lakh ന് മുകളിലാണെങ്കിൽ എന്താണ് fully taxable. So actual expense treatment expenditure stay expense എന്താണ് RBI limit വരെ exempted ആണ്. So RBI പറഞ്ഞിരിക്കുന്ന limit വരെ exempted ആണ്, അതിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ taxable ആണ്, requisite ആണ്. Then travel expense എന്താണ് നോക്കുന്നത് എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആരാണോ ഈ പറയുന്ന പോലെ അബ്രോഡ് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കുന്ന അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് fully exempted. Otherwise എന്താണ് fully taxable. Clear ആണോ? സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് stay expenses and travel expenses allowed only for one അല്ലെങ്കിൽ allowed only for one patient and one patient and one attendant. So abroad ഒരു ട്രീറ്റ്മെന്റ് പോവാണെങ്കിൽ ട്രീറ്റ്മെന്റിന് മാത്രമാണ് ഒരിക്കലും പോകേണ്ടത്. സോ പേഷ്യന്റിന്റെ കൂടെ ആയിട്ടുള്ള ഒരാൾ മാത്രം ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾ മാത്രമേ കൂടെ പോകാവുള്ളൂ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരാൾ മാത്രം. ദാറ്റ് മീൻസ് സോ ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പേഷ്യന്റിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ പോവുകയാണെങ്കിൽ എന്താണ് അവർക്കൊന്നും തന്നെ എന്ത് കിട്ടില്ല, ഈ പറയുന്ന എക്സംഷൻ കിട്ടില്ല എന്ന്. സോ ഇത് എന്തിനു വേണ്ടി മാത്രമാണ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. സോ അബ്രോഡ് ട്രീറ്റ്മെന്റിന് പോവുകയാണെങ്കിൽ എന്താണ് സോ അതേപോലെ കൂടെ ഒരാളും കൂടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഒരാളുടെ കൂടെ സ്റ്റേ എക്സ്പെൻസും ട്രാവൽ എക്സ്പെൻസും എന്താണ് അലൗഡ് ആണ്, ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സംഷൻ ആയിട്ട് അലൗഡ് ആണ്. സോ അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് അവർക്കൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം എന്താണ് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. ഇതിന്റെ ഒരു പ്രോബ്ലം. സോ ക്ലിയർ ആണോ അല്ലെ? സോ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇന്ത്യയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കണമെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ. ട്രീറ്റ്മെന്റ് അബ്രോഡ് ആണെങ്കിൽ 3 ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഫോർ ട്രീറ്റ്മെന്റ് പ്ലസ് സ്റ്റേ എക്സ്പെൻസ്. അത് രണ്ടും എന്താണ് രണ്ടും കൂടെ ചേർത്ത് എന്താ RBI പ്രിസ്ക്രൈബ് ലിമിറ്റ് വരെ എക്സെപ്റ്റഡ് ആണ്. ട്രാവൽ എക്സ്പെൻസ് എന്താണ് എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അപ് ടു 2 lakh ആണെങ്കിൽ ഫുള്ളി എക്സെപ്റ്റഡ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ. സോ സ്റ്റേ എക്സ്പെൻസും ട്രാവൽ എക്സ്പെൻസും എന്താണ് പേഷ്യന്റിനും അയാളുടെ കൂടെ പോകുന്ന ഒരു അറ്റൻഡർക്കും അല്ലെങ്കിൽ എന്താണ് ബൈസ്റ്റാൻഡർ ആയിട്ട് പോകാൻ നിൽക്കുന്ന ഒരാൾക്കും മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് സോ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമാണ്. സോ ഇതൊരു വിനോദസഞ്ചാരമല്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൂടെ പോകുന്നത് എന്താണ് ഇതിനകത്ത് കിട്ടില്ല, എക്സെപ്റ്റഡ് അല്ല. അതിന്റെ ഒരു പ്രോബ്ലം. On 17 substitution opinion discussing. So
ഇതിന്റെ ആൻസർ പറയാം. Compute taxable value of perquisite in respect of medical facilities received by Mr. G from his employer during the previous year 2022-23. Okay. So previous year ഈ പറയുന്ന കാര്യങ്ങളാണ് ആർക്ക് കിട്ടിയത്? മിസ്റ്റർ ജിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? മെഡിക്കൽ ഫെസിലിറ്റി. അതിനകത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ട് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്യൂസിറ്റ്. കമ്പ്യൂട്ട് taxable value of perquisite. So നമ്മൾ നോർമലി എഴുതുന്ന പോലെ particulars amount in rupees. Particulars amount in rupees. First one, medical premium paid for ensuring health of Mr. G. Medical premium. So medical premium pay ചെയ്ത് taxable ആണോ അല്ലയോ? മെഡിക്കൽ പ്രീമിയം പേ ചെയ്യുന്നത്, സോ നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ പ്രീമിയം എക്സംപ്റ്റഡ് ആണോ അല്ലെങ്കിൽ 7000 ടാക്സബിൾ ആണോ? ഫുള്ളി എക്സംപ്റ്റ് അല്ലെ? സോ നമ്മൾ ലാസ്റ്റ് നോട്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് മെഡിക്കൽ പ്രീമിയം, ഓക്കെ, അതിലെന്താണ്? ഒന്നുമില്ല. ദെൻ സെക്കൻഡ് വൺ, സോ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എടുത്തു. സോ ഞാൻ പറഞ്ഞ പോലെ എക്സാമിന് അടിച്ചു മാറുക. ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജി ഹിസ് ഫാമിലി ഡോക്ടർ. ഓക്കെ, സോ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് ഉണ്ടോ, ഇന്ത്യയിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് പറയുന്നത്. ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓൺഡ് ബൈ എംപ്ലോയറോ അല്ലെങ്കിൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റലോ ആണോ? എന്താണ്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളല്ലേ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്നത്. സോ എന്താണ് അത്, ടാക്സബിൾ ആണോ അല്ലയോ? സോ 5000 ടാക്സബിൾ. സോ സെക്കൻഡ് വൺ, ഗവൺമെന്റ് എന്തായിരുന്നു, ഫാമിലി ഡോക്ടർ ബൈ ഫാമിലി ഡോക്ടർ ബൈ ഫാമിലി ഡോക്ടർ ഒരു 5000. സോ മെഡിക്കൽ പ്രീമിയം ഫസ്റ്റ് നമ്മൾ കേസ് എടുത്തു, അത് എക്സംപ്റ്റഡ്. Then treatment by family doctor. Then third one, treatment of Mrs. G. So that means ആരാണ്? സ്പൗസ്. സോ സ്പൗസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ? ആരൊക്കെയാണ്? എംപ്ലോയി, then സ്പൗസ്, ചിൽഡ്രൻ, ഡിപ്പെൻഡന്റ് പാരന്റ്സ് ആൻഡ് ഡിപ്പെൻഡന്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, സോ നോക്കുക, മിസ്സിസ് ജി, ദാറ്റ് മീൻസ് സ്പൗസ് ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ എക്സംപ്റ്റഡ് ആണോ അല്ലയോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്താ, എക്സംപ്റ്റഡ് ആണോ അല്ലയോ? ഫുള്ളി എക്സംപ്റ്റഡ് അല്ലെ? ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, സോ ഫുള്ളി എക്സംപ്റ്റഡ്. സോ മിസ്സസ് ജി സ്പൗസ് ആണ്. ഓക്കെ, സ്പൗസ് ആണ്. സ്പൗസ് എന്തിനകത്ത് വരുന്നതാണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിവ്യൂവിൽ വരുന്നതാണ്. ഫുള്ളി എക്സംപ്റ്റഡ്. ദെൻ അടുത്ത എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജീസ് ഗ്രാൻഡ് ഫാദർ ഇൻ എ പ്രൈവറ്റ് ക്ലിനിക്. സോ ഗ്രാൻഡ് ഫാദർ നമ്മുടെ റിലേറ്റീവ്, ഈ പറയുന്ന പർപ്പസ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് റിവ്യൂവിൽ വരുന്നുണ്ടോ? ആരേ വരുന്നുള്ളൂ? ഡിപ്പെൻഡന്റ് പാരന്റ്സ്. സോ ഗ്രാൻഡ് ഫാദർ ആണ്. അത് കൂടാതെ പ്രൈവറ്റ് ക്ലിനിക് ആണ്. സോ നമുക്ക് എന്ത് നോക്കണം? ഗ്രാൻഡ് ഫാദറിന് കിട്ടുമോ? ഗ്രാൻഡ് ഫാദർ പിന്നെ പ്രൈവറ്റ് ക്ലിനിക് ആണോ? അതേഴ്സ് എല്ലാം എന്താണ്? ഫുള്ളി ടാക്സബിൾ. ഗ്രാൻഡ് ഫാദറിന്റെ എൻറ്റയർ 12,000 എന്താണ്? ടാക്സബിൾ ആണ്. ഗ്രാൻഡ് ഫാദറിന്റെ എൻറ്റയർ 12,000 ടാക്സബിൾ ആണ്. സോ ഗ്രാൻഡ് ഫാദറിനായിട്ട് ചെലവാക്കിയിരിക്കുന്ന എൻറ്റയർ 12,000 ടാക്സബിൾ, ഫുള്ളി ടാക്സബിൾ. ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജീസ് മദർ 68 years old and dependent by family doctor. സോ ഇതെന്താണ്? മദർ ഡിപ്പെൻഡന്റ് ആണ്. സോ സീനിയർ ആണ്, ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ എവിടെ അല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന? ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലോ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലോ അല്ല. എങ്കിൽ എന്താണ്? ടാക്സബിൾ ആകുമോ അല്ലയോ? സോ എത്രയാണ് ടാക്സബിൾ? സോ 8,000 ഈസ് ടാക്സബിൾ. Dependent mother
ഡിപ്പെൻഡന്റ് മദർ ആണ്, പക്ഷേ എവിടെയാണ്? ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ. സോ ഡിപ്പെൻഡന്റ് മദറിനെ ഫാമിലി ഡോക്ടർ ചികിത്സിച്ചാൽ എന്താണ്? ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. Then treatment of Mr. G's sister dependent in a nursing home. നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലോ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റലോ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലോ ആവോ? ഒരു പ്രൈവറ്റ് ക്ലിനിക് എന്നല്ലേ പറ്റുള്ളൂ. സോ അതും എന്താണ്? ടാക്സബിൾ ആണ്. സോ നഴ്സിംഗ് ഹോമിലുള്ളത് 3000 ടാക്സബിൾ ആണ്. സോ നഴ്സിംഗ് ഹോം ആയതാണ് ടാക്സബിൾ ആയത്, സിസ്റ്റർ ആയതുകൊണ്ടല്ല. ഡിപ്പെൻഡന്റ് സിസ്റ്റർ ആണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നഴ്സിംഗ് ഹോം ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തത്. എന്താണ് പറഞ്ഞ 3 കാറ്റഗറി ഓഫ് ഹോസ്പിറ്റൽസ് അല്ല, അതുകൊണ്ട് ടാക്സബിൾ. ദെൻ അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ ജീസ് ബ്രദർ ഇൻഡിപെൻഡന്റ്. സോ ഇൻഡിപെൻഡന്റ് ബ്രദറിനെ കിട്ടുമോ? സോ ഡിപ്പെൻഡന്റ് ആയിരിക്കണം. സോ അയാൾക്ക് വേറെ ജോബ് ഉണ്ട്, അയാളെ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്താണ്? ടാക്സബിൾ. സോ അടുത്ത 6000 ഓൾസോ ടാക്സബിൾ. 6000 also taxable. 6000 also taxable. Then treatment of Mr. G's father 75 years and dependent abroad. Okay, so ഇന്ത്യക്ക് പുറത്താണ്. Then abroad treatment expenditure 50,000. Then expenses of stay abroad of patient and one attendant. Okay, patient and one attendant 30,000. Then limit specified by RBI 75,000. ഇവിടെ നോക്കാം. ഇവിടെ കണ്ടോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തിയറിയിലോട്ട് ശ്രദ്ധിക്കണം. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? അബ്രോഡ് ആണെങ്കിൽ പേഷ്യന്റിന് എക്സ്പെൻസസ് ഓഫ് സ്റ്റേയിങ് അബ്രോഡ് 30,000. ദെൻ ട്രീറ്റ്മെന്റിനായിരിക്കുന്നത് 50,000. സോ ഇവിടെ ട്രീറ്റ്മെന്റിനായതും എന്താണ്? സ്റ്റേയോ പറഞ്ഞിട്ടുള്ളൂ, ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ ട്രാവലിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സോ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ എത്രയുണ്ട്? 80,000 ഉണ്ട്. സോ 80,000 ആയെങ്കിലും എത്ര വരെ നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ? RBI പ്രിസ്ക്രൈബ് ചെയ്ത ലിമിറ്റ്. ആ ലിമിറ്റ് എത്രയാണ്? 75,000 അവർ RBI പ്രിസ്ക്രൈബ് ചെയ്തു. എനിക്ക് എത്ര ചെലവായി, എത്ര തിരിച്ചു കിട്ടി? 80,000 തന്നു എംപ്ലോയർ. സോ അങ്ങനെയാണെങ്കിൽ RBI പ്രിസ്ക്രൈബ് ചെയ്ത ലിമിറ്റ് വരെയായിട്ടുള്ള 75,000 എക്സംപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന 5,000 എന്ത് വരും? എന്റെ ടാക്സബിൾ അല്ലെങ്കിൽ എംപ്ലോയിയുടെ ടാക്സബിൾ പെർക്വിസിറ്റ് ആകും. ക്ലിയർ ആണോ പോയിന്റ്? സോ ട്രീറ്റ്മെന്റ് അബ്രോഡ് ആണെങ്കിൽ സോ എത്ര വരെ വരും? ഒരു 50,000 ഉണ്ട്, ഒരു 30,000 ഉണ്ട്, എത്രയാണ്? 80,000 ഉണ്ട്. പക്ഷേ ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ലെസ് RBI ലിമിറ്റ് എത്രയായിരുന്നു? 75,000 വരെ എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് മീൻസ് കുറച്ച് മിച്ചമുള്ള 5,000 എന്താവും? ടാക്സബിൾ പെർക്വിസിറ്റ് ആവും. സോ ടോട്ടൽ ടാക്സബിൾ പെർക്വിസിറ്റ് എത്ര വരും? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 19 5 ഇല്ലേ? ടോട്ടൽ 39. എല്ലാം കൂടെ ചേർത്ത് 39 അല്ലെ? സോ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 39 5 ഉണ്ടോ? ടോട്ടൽ 39 5,000 പ്ലസ് 5,000 പ്ലസ് 8,000 3,000 6,000 പ്ലസ് 5,000 വരുന്നുണ്ട്. 39,000 ആണ് ടാക്സബിൾ medical perquisites. Taxable value of perquisite. Clear now? It answer. So 64,000 എന്ന് പറഞ്ഞു. എന്തായിരുന്നു മാഷ? ആ ഡിഫറൻസ് വന്നത് ഏതാണ്? എക്സ്ട്രാ ആഡ് ചെയ്തത് കണക്ക് ചെയ്തപ്പോഴില്ലേ മറ്റേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അറിയാതെ ആഡ് ചെയ്തു പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണ് സർ, ക്ലിയർ. 39,000 ആണ് നമ്മുടെ ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പെർക്വിസിറ്റില് നെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. നമ്മുടെ അടുത്ത പെർക്വിസിറ്റ് loan by employer to employee. Loan by
എംപ്ലോയിക്ക് ലോൺ കൊടുത്താൽ ലോൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. സോ എംപ്ലോയിക്ക് ലോൺ കൊടുത്താൽ, സോ എംപ്ലോയിക്ക് നോർമലി ഔട്ട്സൈഡ് ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിൽ ലോൺ കൊടുത്താൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യുമോ? സോ ഇവിടെ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടാവണം. സോ ഒരു ഔട്ട്സൈഡ് പേഴ്സണ് കൊടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റില എംപ്ലോയിക്ക് കൊടുത്താൽ ലോൺ കൊടുത്തു എന്ന് പറഞ്ഞ് പെർക്വിസിറ്റ് ആകുമോ? സോ പെർക്വിസിറ്റ് ആകണമെങ്കിൽ എന്തായിരിക്കണം? എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് എംപ്ലോയിക്ക് കിട്ടണം. ദാറ്റ് മീൻസ് ഞാൻ എന്റെ എംപ്ലോയി ആയതുകൊണ്ട് ഒരു കൺസെഷണൽ റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ, സോ പുറത്തൊരാൾക്ക് ഞാൻ 10% ഇൻട്രസ്റ്റിനാണ് കൊടുക്കുന്നത്, എന്റെ എംപ്ലോയി ആയതുകൊണ്ട് ഞാൻ 8% കൊടുത്താൽ ആ ഡിഫറൻസ് വരുന്ന 2% അല്ലെങ്കിൽ 2% എന്താണ്? എംപ്ലോയിക്ക് കിട്ടിയ അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അതെന്താകും? പെർക്വിസിറ്റ് ആകും. സോ 10%-ാണ് ഞാൻ ഔട്ട്സൈഡ് കൊടുക്കുന്നത്, പക്ഷേ എംപ്ലോയി ആയതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റേ വാങ്ങിയില്ല. അപ്പോഴും എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബെനിഫിറ്റ് എംപ്ലോയിക്ക് കിട്ടിയതായിട്ട് വരും. ഓക്കെ, സോ ജസ്റ്റ് ലോൺ കൊടുത്തോണ്ട് മാത്രം കാര്യമായില്ല. ലോൺ provided at concessional rate of interest or ഒന്നുകിൽ എന്താണ്? without interest. concessional rate of interest അല്ലെങ്കിൽ without interest. concessional rate of interest അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ടോ? സോ കൺസെഷൻ മീൻസ് പുറത്ത് 10%, 8% കൊടുത്താൽ ആ ഡിഫറൻസ് 2%. സോ 10%-ാണ് കൊടുക്കുന്നത്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുത്താൽ എൻറ്റയർ 10% എന്തായിട്ട് കിട്ടും? ആ പറയുന്ന വാല്യൂവിന്റെ പുറത്ത് 10% കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്തായിട്ട് കിട്ടും? അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയത്. ഓക്കെ ആണോ? നോക്കാം. ടാക്സബിൾ പെർക്വിസിറ്റ് ഈ ലോൺ കൊടുത്താൽ ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ കേസ് ഓഫ് ലോൺ. ടാക്സബിൾ പെർക്വിസിറ്റ് ലോണിന്റെ കേസിൽ ടാക്സബിൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ എമൗണ്ട് ഇൻടു SBI ഇൻട്രസ്റ്റ് റേറ്റ്. സോ SBI ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ മൈനസ് ആക്ച്വൽ റേറ്റ്, എംപ്ലോയിക്ക് കൊടുത്ത ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇതാണല്ലോ നേരത്തെ പറഞ്ഞ പോലെ SBI റേറ്റ് 10% ആണെങ്കിൽ എംപ്ലോയിക്ക് 8% കൊടുത്തെങ്കിൽ എന്താണ്? കൊടുത്ത എമൗണ്ട് ഇൻറ്റു 2%. സോ ബെനിഫിറ്റ് കിട്ടിയ എന്താണ്? കുറച്ച് കിട്ടിയ 2%. ലോൺ എമൗണ്ടിന്റെ പുറത്ത് 2% ആണ് എന്ത്? ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്. ക്ലിയർ ആണോ? ടാക്സബിൾ ആകുന്ന പെർക്വിസിറ്റ്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെയുള്ള പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ഇഫ് ലോൺ ടേക്കൺ ഫോർ treatment of specified disease, then interest benefit is not taxable. സോ എംപ്ലോയറുടെ ലോൺ എടുത്തിരിക്കുന്നത് സ്പെസിഫൈഡ് ഡിസീസ് അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ്? എംപ്ലോയിക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയതുപോലെ കൂട്ടില്ല. എന്താണ്? ആ കിട്ടിയ ബെനിഫിറ്റ് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യില്ല. നോട്ട് ടാക്സബിൾ ഫോർ എനി എമൗണ്ട്. ബിക്കോസ് അതിനകത്ത് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. തേർഡ് വൺ ഇതാണ്. If loan amount is up to rupees 20,000, so rupees 20,000 വരെയാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ then interest is not taxable. Then interest
benefit is not taxable. Interest benefit is not taxable. So, no, നമുക്ക് എങ്ങനെ സമ്മപ്പ് ചെയ്യാം? എംപ്ലോയർ എംപ്ലോയിക്ക് ലോൺ കൊടുക്കുകയാണ്. SBI റേറ്റിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന ലോൺ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് ടാക്സബിൾ പെർക്വിസിറ്റ്. സോ രണ്ട് കേസിൽ ഈ ടാക്സബിൾ പെർക്വിസിറ്റ് നമ്മൾ കണ്ടുപിടിക്കൂല. എന്താണ്? ലോൺ എമൗണ്ട് കൊടുക്കുന്നത് ചെറിയ എമൗണ്ട് ആണ്. 20,000 വരെയൊക്കെയാണ് ലോൺ എമൗണ്ട് എങ്കിൽ എന്താണ് എന്തെങ്കിലും കൺസെഷൻ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ബട്ട് 20,000 മുകളിലാണെങ്കിൽ എന്താണ്? നോർമൽ ലോൺസ് എല്ലാം ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. 20,000 മുകളിൽ ലോൺ എടുത്തു. സോ എത്ര എമൗണ്ട് എടുത്താലും അത് സ്പെസിഫൈഡ് ഡിസീസ് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് എംപ്ലോയിക്ക് ലോൺ കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്താണ്? അതും എന്താണ്? ടാക്സബിൾ ബെനിഫിറ്റ് ആയിട്ട് കണക്കാക്കില്ല എന്ന്. ക്ലിയർ ആണോ? സോ ഇത് രണ്ടും എന്താണ്? എക്സെപ്ഷൻ ആണ്. 20,000 വരെയാണെങ്കിൽ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞ കുട്ടികളെയും സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയിട്ടാണ് ലോൺ, അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സോ എന്തെങ്കിലും കൺസെഷൻ കൊടുത്താലും എംപ്ലോയിക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നു. ഓൾറെഡി എന്താണ്? ഒരു ഡിസീസിന് വേണ്ടി സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലോൺ എടുത്തത്. സോ കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിട്ട് കൂട്ടില്ല? ഒരു എംപ്ലോയിയുടെ കയ്യിൽ പെർക്യൂസിറ്റ് ആയിട്ട് കൂട്ടി ടാക്സ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ, എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് given by employer to employee. So employer employeeക്ക് ഗിഫ്റ്റ് കൊടുത്താലുള്ള കേസാണ് ഫസ്റ്റ്. അതൊരു ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ, സോ ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ മോണിറ്ററി ബെനിഫിറ്റ് പോലെ വരും, ഫുള്ളി ടാക്സബിൾ. ഗിഫ്റ്റ് ഇൻ കൈൻഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നെങ്കിൽ ശ്രദ്ധിക്കാം. എപ്പോഴും നമുക്ക് എക്സാമിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ FMV ഓഫ് ഗിഫ്റ്റ് ഈസ് ലെസ് ദാൻ ₹5,000. സോ ഒരു ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആണ്, റുപ്പീസ് ലെസ് ദാൻ 5,000, then fully exempted. So 5,000 താഴെ ആണെങ്കിൽ, ലെസ് ദാൻ 5,000 ആണെങ്കിൽ, so FMV of gift is less than 5,000, then fully exempted. So നമുക്ക് ഇതൊരു കോൺട്രാ ആണ്. അതർവൈസ്, സോ ആക്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതർവൈസ് ഫുള്ളി ടാക്സബിൾ. പക്ഷേ ആക്ടിലെ പ്രൊവിഷനിൽ എന്താണ്? ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ ഫുള്ളി ടാക്സബിൾ ആയിട്ടും നമുക്ക് താഴെ വേണമെങ്കിൽ എന്താണ്? ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്താണ്? അത്രയ്ക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സോ ഇപ്പൊ ഒരു 6,000 കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ എന്ത് വ്യൂവിൽ എടുക്കാം? ഒരു ഗിഫ്റ്റ് വൗച്ചർ 6,000 കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഇൻ കൈൻഡ് 6,000 വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? ഒന്നുകിൽ 6,000 ടാക്സബിൾ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ ഉണ്ട്, 5,000 കുറച്ചിട്ട് റിമൈനിങ് പോർഷൻ ടാക്സബിൾ എന്ന രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് വ്യൂ എടുക്കാം. ബട്ട് നമുക്ക് ഒറ്റ ഇതിൽ നമുക്ക് എന്ത് പറയാം? അപ് ടു 5,000 എന്താണ്? ഫുള്ളി എക്സംപ്റ്റ്. സോ ലെസ് ദാൻ 5,000 ഫുള്ളി എക്സംപ്റ്റഡ്, 5,000 ഓർ മോർ എന്താണ്? ടാക്സബിൾ ആണ് എന്നാണ് പ്രൊവിഷനിലെ നോർമൽ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, സോ ആണ് ലെസ് ദാൻ 5,000 എന്നാണ് പറയുന്നത്. 5,000 താഴെ ആണെങ്കിൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5,000 ഓർ മോർ, 5,000 താഴെ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, അതർവൈസ് ഫുള്ളി ടാക്സബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗിഫ്റ്റ് അപ് ടു 5,000 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ലെസ് ദാൻ 5,000 അല്ലെങ്കിൽ ബിലോ 5,000 എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അഗ്രിഗേറ്റ് 5,000 താഴെ ആണെങ്കിൽ നമുക്ക് എന്താണ്? ടാക്സബിൾ അല്ല. 5,000 5,000 മുകളിലോ ആണെങ്കിൽ ടാക്സബിൾ ആണ്. ലെസ് ദാൻ 5,000 എന്ന രീതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. യൂസ് ഓഫ് മൂവബിൾ അസെറ്റ്സ്. സോ എംപ്ലോയർ എന്താണ്? എംപ്ലോയിക്ക് മൂവബിൾ അസെറ്റ്സ്
മൂവബിൾ അസറ്റ്സ് യൂസ് ചെയ്യാൻ കൊടുത്തു. എംപ്ലോയിക്ക് വിറ്റിട്ടില്ല. എംപ്ലോയിക്ക് എന്ത് ചെയ്തു? യൂസ് ചെയ്യാൻ കൊടുത്തു. എന്താണ് കൊടുത്തിരിക്കുന്നത്? യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. എംപ്ലോയറുടെ സ്വന്തമായിട്ടുള്ള മൂവബിൾ അസറ്റ് എന്ത് ചെയ്തു? എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. ശ്രദ്ധിക്കാം, മൂവബിൾ അസറ്റ്സ്. മൂവബിൾ അസറ്റ്സ്. സോ എംപ്ലോയർ എംപ്ലോയിക്ക് മൂവബിൾ അസറ്റ്സ് എന്താണ്? സെയിൽ നടത്തിയ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, എന്ത് ചെയ്തു? യൂസ് ചെയ്യാൻ കൊടുത്താൽ. ഓക്കെ, സോ കൊടുത്തത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓഫീസിൽ ഇരുന്ന് വർക്ക്, ലാപ്ടോപ്പ് കൊടുക്കുന്ന ഉദ്ദേശം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്തത് കൂടാതെ എന്താണ്? അവര് എന്താണ്? വീട്ടിൽ പോയിട്ടും വർക്ക് ഫ്രം ഹോം പോലെ എക്സ്ട്രാ വർക്ക് എടുപ്പിക്കലാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ എന്താണ്? സോ ലാപ്പ് കൊടുത്തിട്ട് അതിന് ടാക്സി എന്ന് പറഞ്ഞാൽ എംപ്ലോയി എന്ത് പറയും? എനിക്ക് ലാപ്പ് വേണ്ട. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്? ലാപ്പ് കൊടുത്തിട്ട് എന്തിനു ഒഴിവാക്കി കിട്ടുന്നുണ്ട്? സോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആണ് എംപ്ലോയർ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ്. അതർവൈസ് എന്ത് ചെയ്യും? അവരെ വീട്ടിൽ ഇരുത്തി പണിയെടുപ്പിക്കുകയോ അവർ ടാക്സും കൂടെ അടക്കണം എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? എനിക്ക് ലാപ്ടോപ്പ് വേണ്ട എന്നല്ലേ പറയുള്ളൂ. സോ അതുകൊണ്ട് ലാപ്ടോപ്പ് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ അതർ മൂവബിൾ അസറ്റ്സ് ആണെങ്കിൽ, അതർ മൂവബിൾ അസറ്റ്സ്. സോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആണോ കൊടുക്കുന്നതെങ്കിൽ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്. സോ അതർ മൂവബിൾ അസറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കും? ഓണർഷിപ്പ്. ഓൺഡ് ബൈ എംപ്ലോയർ ആണോ? എംപ്ലോയർ ഓൺ ചെയ്യുന്ന അസറ്റ് ആണെങ്കിൽ, സോ ബാക്കി ഏത് മൂവബിൾ അസറ്റ് ആണെങ്കിലും ടാക്സബിൾ പെർക്യൂസിറ്റ് is equal to taxable perquisite in is equal to cost of asset. So employer ക്ക് ഉണ്ടായ cost into 10% per annum, into 10% per annum, into 10% per annum. എംപ്ലോയറുടെ സ്വന്തമല്ല, എംപ്ലോയിഡ് ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ എന്ത് വരും? actual higher charges paid by employer. So employer ka end charge aayittundo? Higher charges paid by employer. Clear ആണോ? സോ എംപ്ലോയർ എംപ്ലോയിക്ക് അസറ്റ് കൊടുത്താൽ രണ്ട് രീതിയിലുള്ള അസറ്റ്സ് ആയിട്ട്, മൂവബിൾ അസറ്റ്സ് കൊടുത്താൽ രണ്ട് രീതിയിലുള്ള അസറ്റ് ആയിട്ടാണ്. ഒന്ന് എന്താണ്? കമ്പ്യൂട്ടർ ലാപ്ടോപ്പ്. അതാണെങ്കിൽ എന്താണ്? ഒരു തരത്തിലും എംപ്ലോയിക്ക് എന്തായിട്ട് കൂട്ടില്ല, അത് പെർക്യൂസിറ്റ് ആയിട്ട് കൂട്ടില്ല. ബിക്കോസ് എംപ്ലോയറുടെ ഉദ്ദേശം എന്താണ്? എംപ്ലോയി വീട്ടിൽ ചെന്നിട്ടും പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. സോ ലാപ്ടോപ്പ് കൊടുത്തിട്ട് അതിന് ടാക്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയി പറയും ലാപ്ടോപ്പ് എന്തായാലും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, എന്താണ് ചെയ്തിരിക്കുന്നത്? യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യാൻ തരുന്ന എന്താണ്? വർക്ക് ഫ്രം ഹോം കോഡ് ഉദ്ദേശത്തിലാണ്. സോ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ്. സോ ഇതല്ലാണ്ട് വേറെ ഏത് മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്താലും എന്താണ്? എംപ്ലോയർക്ക് എന്ത് കോസ്റ്റ് ആയോ അതിന്റെ 10% per annum, ഒരു വർഷത്തേക്ക് എന്താണ്? കോസ്റ്റിന്റെ 10% വരെ എന്തായിട്ട് കണക്കാക്കും? എംപ്ലോയിയുടെ പെർക്യൂസിറ്റ് ആയിട്ട്. സോ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള മൂവബിൾ അസറ്റ് അല്ല, വേറെ എന്തെങ്കിലും അസറ്റ് ആണെങ്കിൽ എന്ത് വരും? ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ വിൽ ബി ദ ടാക്സബിൾ പെർക്യൂസിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ക്ലിയർ ആണോ? സോ ഇത് എന്ത് ചെയ്തപ്പോഴായിരുന്നു? യൂസ് ചെയ്യാൻ കൊടുത്തു. മൂവബിൾ അസറ്റ്സ്, എംപ്ലോയറുടെ മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. ദെൻ അടുത്തത് എംപ്ലോയറുടെ ഒരു അസറ്റ്, മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ, ദാറ്റ് മീൻസ് സെയിൽ ചെയ്തു. ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ബൈ employer to employee. Employer to employee. സോ ഇവിടെ ട്രാൻസ്ഫർ മീൻസ് എന്താണ്? എംപ്ലോയിക്ക് വിറ്റു. നേരത്തെ കേസ് എന്തായിരുന്നു? എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു. സോ ഇവിടെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്സ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി. ദാറ്റ് മീൻസ് മൂവബിൾ അസറ്റ് എന്ത് ചെയ്തു? എംപ്ലോയർ എംപ്ലോയിക്ക് വിറ്റു. എംപ്ലോയർ എംപ്ലോയിക്ക് വിറ്റു. സോ ആ കേസില് സോ 3 ടൈപ്പ് ഓഫ് അസറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കാം, 3 ടൈപ്പ് ഓഫ് അസറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. ഒന്ന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്.
then motor cars, then third one, any other movable assets, any other movable assets. So ഒന്നുകിൽ മൂവബിൾ അസറ്റ് ഉള്ള ലാപ്ടോപ്പ് ആകാം, അല്ലെങ്കിൽ മോട്ടോർ കാർ ആകാം, ബാക്കി എല്ലാം കൂടെ എന്താണ് എനി അതർ, ഇത് രണ്ടും അല്ലെങ്കിൽ എന്താണ് എനി അതർ മൂവബിൾ അസറ്റ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ആണ് സെയിൽ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും, നമുക്ക് കമ്പ്യൂട്ടർ, സോ എംപ്ലോയർ കമ്പ്യൂട്ടർ വിറ്റു, ദാറ്റ് മീൻസ് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, വിറ്റു. സോ പുറത്ത് ഒരു കൺസിഡറേഷൻ, സോ അതിന്റെ ഇപ്പോഴത്തെ വാല്യൂവിന്റെ ഒപ്പം തന്നെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് എംപ്ലോയിക്ക് വന്നിട്ടുണ്ടോ? സോ എംപ്ലോയർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൂവബിൾ അസറ്റ്, സോ അസറ്റ് ആണെങ്കിൽ നമ്മൾ എംപ്ലോയർ യൂസ് ചെയ്ത അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്രീസിയേഷൻ കണ്ടുപിടിക്കും. സോ ഡിപ്രീഷിയേറ്റഡ് എമൗണ്ട്, അതായത് റിട്ടേൺ ഡൗൺ വാല്യൂവിനെക്കാട്ടിലും കുറവാണ്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തപ്പോൾ, ജസ്റ്റ് ഞാൻ ഫിഗർ പറയണം, 50,000 ആണെന്ന് വിചാരിക്കാം കൊടുക്കുന്ന ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ വാല്യൂ. എംപ്ലോയിക്ക് കൊടുക്കുന്നത് 40,000-നാണെങ്കിൽ എന്ത് വരും, there is extra benefit to employee, 10,000 ബെനിഫിറ്റ് ഉണ്ട്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ 50,000, എംപ്ലോയിക്ക് കൊടുക്കുന്ന 60,000 ആണെങ്കിൽ എന്താണ്, സോ എന്തെങ്കിലും ബെനിഫിറ്റ് എംപ്ലോയിക്ക് ആക്ച്വലി ലോസ് ആണ്. എന്തെങ്കിലും ബെനിഫിറ്റ് വരുന്നുണ്ടോ? വരുന്നില്ല. സോ എന്തെങ്കിലും ബെനിഫിറ്റ്, ദാറ്റ് മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂവിനെക്കാട്ടിലും താഴെയാണ് എംപ്ലോയിക്ക് കൊടുക്കുന്ന, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കൺസിഡറേഷൻ എങ്കിൽ മാത്രമേ പെർക്വിസിറ്റ് മീൻസ് എന്താണ്, എക്സ്ട്രാ ബെനിഫിറ്റ് ഗിവൺ ടു എംപ്ലോയി. സോ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. സോ നമുക്ക് നോക്കാം, ഉണ്ടോ ഈ പറഞ്ഞതുപോലെ ടാക്സബിൾ പെർക്വിസിറ്റ് അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ. Taxable perquisite is equal to return down value minus WDV minus consideration. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കൺസിഡറേഷൻ. ഇനി ഇവിടെ നോക്കാം, റിട്ടേൺ ഡൗൺ വാല്യൂ. സോ നമ്മൾ എത്ര എടുക്കണം, ഡിപ്രീസിയേഷൻ, റിട്ടേൺ ഡൗൺ വാല്യൂ. സോ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കമ്പ്യൂട്ടറിന് എടുക്കുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുന്നത് ഡിപ്രീസിയേഷൻ. റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കാൻ എടുക്കുന്നത് ഡിപ്രീസിയേഷൻ at the rate 50%, at the rate 50% on return down value for each completed years, for each, very important word, for each completed years of usage. സോ ഫിനാൻഷ്യൽ ഇയർ എന്നല്ല പറയുന്നത്, ഞാൻ അല്ലെങ്കിൽ എംപ്ലോയർ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ച അന്ന് മുതൽ ഒരു വർഷം യൂസ് ചെയ്താൽ എന്ത് കിട്ടും, 50% ഡിപ്രീസിയേഷൻ. സോ അത് കഴിഞ്ഞ് SLM മെത്തേഡ് അല്ല, ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മീൻസ് എന്താണ്, ഡിപ്രീഷിയേറ്റഡ് വാല്യൂവിന്റെ പുറത്ത് എന്താണ്, വീണ്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഡിപ്രീസിയേഷൻ അറ്റ് റേറ്റ് ഓഫ് 50% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസേജ്, ഫോർ ഈച്ച് completed year of usage. So യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഫിനാൻഷ്യൽ ഇയർ വെച്ചിട്ടല്ല ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ 50% WDV 50% ഓരോ വർഷവും. സോ വാങ്ങിച്ചിട്ട് ഒരു യൂസ് ചെയ്ത് എംപ്ലോയർ യൂസ് ചെയ്ത് ഒരു വർഷമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രീസ്, അല്ലാണ്ട് 1 April to 31 March എന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഒരു വർഷത്തെ യൂസേജ് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷം യൂസ് ചെയ്താൽ എന്താണ്, 50% ഇൻട്രസ്റ്റ്, സോറി ഡിപ്രീസിയേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ അടുത്ത വർഷത്തെ കമ്പ്യൂട്ട് ചെയ്യുന്ന റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. സോ 50% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസേജ്. ക്ലിയർ ആണോ? സോ ഈ യൂസേജ് എന്നുള്ള അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നതാണ്. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യൂസേജിന്റെ ബേസിസ്, ഒരു വർഷം യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, 50% WD. സോ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് എന്താണ്, ആ ഡിപ്രീഷിയേറ്റ് ചെയ്തിരുന്ന റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ പുറത്ത് വീണ്ടും 50%. ക്ലിയർ ആണോ? മോട്ടോർ കാർ ആണെങ്കിലും എന്ത് തന്നെ വരും, ടാക്സബിൾ പെർക്വിസിറ്റ് അല്ലെ. സോ എല്ലാം എന്താണ്, ഡിപ്രീഷിയബിൾ അസറ്റ് ആണ്. ടാക്സബിൾ പെർക്വിസിറ്റ് ഇവിടെയും എന്ത് വരും, റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് കൺസിഡറേഷൻ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെക്കാട്ടിലും കുറവാണ് കൺസിഡറേഷൻ എങ്കിൽ മാത്രമേ എക്സ്ട്രാ ബെനിഫിറ്റ് ആർക്ക് കിട്ടുള്ളൂ, എംപ്ലോയി കിട്ടുള്ളൂ. അപ്പോഴേ എന്ത് വരത്തുള്ളൂ, പെർക്വിസിറ്റ്. സോ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഡിപ്രീസിയേഷൻ at the rate
20%. സോ നമ്മൾ PGBP കണ്ടുപിടിക്കുമ്പോൾ PGBP നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സോ അവിടെ കൊണ്ടുവന്നിട്ട് ഇത് മോൾ അസറ്റ് 15% അങ്ങനെ എടുക്കരുത്. ഇതെന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് പെർക്യൂസെറ്റ്. പെർക്യൂസെറ്റ് കണ്ടുപിടിക്കാനാണ്, ആവശ്യമില്ലാതെ. സോ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇതല്ലല്ലോ റേറ്റ് എന്ന് ആലോചിക്കരുത്. ഡിപ്രീസിയേഷൻ റേറ്റ് അല്ല പറയുന്നത്. ഇത് പെർക്യൂസിറ്റ് കണ്ടുപിടിക്കാനായിട്ട്, പെർക്യൂസിറ്റ് ടാക്സബിൾ പെർക്യൂസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ഇതിന്റെ റിട്ടേൺ കമ്പ്യൂട്ടറിന്റെയോ അല്ലെങ്കിൽ മോട്ടോർ കാറിന്റെയോ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേറ്റ് ആണ്. അല്ലാതെ PGBP വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ബ്ലോക്ക് അസറ്റിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഓരോ അസറ്റിനും റേറ്റ്, ബ്ലോക്കിൽ റേറ്റ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ കയറ്റി അപ്ലൈ ചെയ്യരുത്. ഇതെന്താണ്? ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് പെർക്യൂസെറ്റ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈ 50%ഉം 20%ഉം. So 20% on WDV, 20% on WD for each. Same readings for each completed year of usage. Each completed year of usage. Then no. So നമ്മൾ മോട്ടോർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിന് പറഞ്ഞു. Then മോട്ടോർ കാറിന് പറഞ്ഞു. ദെൻ ബാക്കിയുള്ള മൂവബിൾ അസറ്റ് എല്ലാം വിറ്റാൽ നമ്മൾ കൊണ്ടുപോയിരുന്ന പാർക്ക് ചെയ്യുന്ന എവിടെയാണ്? എനി അതർ മൂവബിൾ അസറ്റ്സ്. സോ അവിടെ പെർക്യൂസിറ്റ് എന്ത് വരും? WDV, റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് കൺസിഡറേഷൻ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ മൈനസ് കൺസിഡറേഷൻ. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നെങ്കിലും ഇവിടെ കണ്ടുപിടിക്കുന്നത് depreciation at the rate 10%. depreciation on at the rate 10%. അവിടെ എന്താണ്? WDV മെത്തേഡ് അല്ല, SLM മെത്തേഡ്. for each completed years of usage. Completed year of usage. Clear ആണോ? സോ എംപ്ലോയിക്ക് ഒരു അസറ്റ് വിറ്റാൽ, സോ ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഇൻ ദ സെൻസ് സെയിൽ. ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? കൺസിഡറേഷൻ കുറവാണെങ്കിലേ എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ്. സോ കൺസിഡറേഷൻ എന്തുമായിട്ടാണ് നമ്മൾ എല്ലാ കേസിലും ചെക്ക് ചെയ്യുന്നത്? WDV ആയിട്ടാണ്. സോ ലാപ്ടോപ്പിന്റെ കേസിൽ എന്താണ്? ഒരു വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ 50% വെച്ച് കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് യൂസേജ്. ഒരു ഇയർ യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ 50%, അത് WDV. മോട്ടോർ കാർ ആണെങ്കിൽ ഒരു ഇയർ യൂസ് ചെയ്താൽ 20%. ബാക്കി എല്ലാ മൂവബിൾ അസറ്റ്സിനും എന്താണ്? 10% per annum for usage every year of usage, SLM basis. So that means 10 വർഷം കൊണ്ട് എഴുതി കളയും ബാക്കി എല്ലാത്തിനും. ബട്ട് ഇവിടെ എന്താണ്? ഇവിടെ രണ്ട് കേസിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്, WDV മെത്തേഡ് ആണ്. ഇവിടെ SLM. ക്ലിയർ ആണോ? സോ സാലറിയുടെ ഒരു മൊത്തം പ്രോബ്ലത്തിൽ ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ക്ലിയർ ആണോ തിയറി? നെക്സ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. സോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വേണ്ട പോയിന്റ് ആണ് ലഞ്ച് ഫെസിലിറ്റി. എംപ്ലോയിക്ക് ലഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് എക്സംപ്റ്റ് up to ₹50 per meal. Okay. So ഒരു ദിവസം എന്താണ്? ഒരു മീൽ 50 രൂപ വരെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. സോ ₹50 per meal if lunch. Okay. So നമുക്ക് lunch provided in office premise. സോ ഒരു ഫാക്ടറി ഉണ്ട്, ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനകത്ത് ഓഫീസ് premise or through paid voucher. So 50 രൂപയുടെ കൂപ്പൺ കൊടുത്താൽ, സോ 50 രൂപ വരെയാണെങ്കിൽ എക്സംപ്റ്റഡ്. അതിന് മുകളിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? എക്സ്ട്രാ വരുന്ന എന്തെയും ടാക്സബിൾ പെർക്യൂസിറ്റ് ആണ്. സോ ഒരു അവിടെ മീലിന് 60 രൂപയാണെങ്കിൽ കൂപ്പൺ കൊടുക്കുകയാണെങ്കിൽ സോ ദാറ്റ് മീൻസ് എന്താണ്? 50 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അയാൾക്ക് എത്രയായിട്ട് കൂട്ടും? 10 രൂപയുടെ മീൽസ് കഴിച്ചായിട്ട് കൂട്ടും. അതായത് എക്സ്ട്രാ ബെനിഫിറ്റ് എത്ര വന്നിട്ടുണ്ട്? 10 രൂപ വന്നിട്ടുണ്ട്. അത് ടാക്സബിൾ പെർക്യൂസിറ്റ് ആകും. ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പറയാം റിഫ്രഷ്മെന്റ് ടീ. അതിൽ നമുക്ക് പ്രോബ്ലത്തില്
അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ് ടീ, കോഫി, സ്നാക്സ് ഓർ ബ്രേക്ക്ഫാസ്റ്റ് provided in office not taxable. Okay. So ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ എന്താണ് not taxable. Then lunch provided in a remote area. Okay. So remote ഏരിയയിലാണ് എംപ്ലോയി വർക്ക് ചെയ്യുന്നതെങ്കിൽ റിമോട്ട് ഏരിയയിൽ ലഞ്ച് കൊടുത്താൽ not taxable. സോ നോർമൽ ഒരു ഫാക്ടറിയില് എംപ്ലോയിക്ക് ഉച്ചയ്ക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ₹50 പെർ മീൽ. സോ ഒരു ദിവസം ഒരു മീൽ എന്ന രീതിയിലാണ്. സോ ₹50 പെർ മീൽ, ഒരു ദിവസം 2 മീൽ പ്രൊവൈഡ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു പണ്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഒരു ദിവസം ഒരു മീൽ, 50 രൂപ വരെ എക്സംപ്ഷൻ, 50 രൂപയ്ക്ക് മുകളില് മീൽസിന് ഉണ്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ എക്സസ് എമൗണ്ട് വിൽ ബി ടാക്സ്ഡ്. സോ ഇനി 2 കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പെർക്വിസിറ്റിലെ 3 കാര്യങ്ങളാണ്. ഇനി 2 മെയിൻ ആയിട്ട്. So first one, rent free accommodation, RFA എന്ന് പറയുന്ന പോയിന്റ്. സെക്കൻഡ് വൺ, മോട്ടോർ കാർ യൂസ് ചെയ്യുന്നത്, മോട്ടോർ കാർ എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്താൽ മോട്ടോർ കാർ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക റെന്റ് ഫ്രീ അക്കോമഡേഷൻ. സോ നമ്മൾ 10 സബ്സെക്ഷൻ 13 നമ്മൾ രാവിലത്തെ സെഷനിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു. 10 സബ്സെക്ഷൻ 13 എന്താണ്? അലവൻസ് ആണ്. സോ എന്താണ്? ഫിക്സഡ് ആയിട്ട് മന്ത്ലി സാലറിയുടെ പാർട്ടായിട്ട് എന്ത് കൊടുക്കുകയാണ് നിങ്ങൾ? സോ എംപ്ലോയി വേറെ എവിടെയെങ്കിലും നിങ്ങൾ റെന്റിന് ഹൗസ് എടുത്തോ, വി ആർ ഗീവിംഗ് HRA ഹൗസ് റെന്റ് അലവൻസ്. സോ പക്ഷെ ഇവിടെ എന്താണ്? അലവൻസ് കൊടുക്കല്ല, എംപ്ലോയർ എംപ്ലോയിക്ക് ഹൗസ് തന്നെ താമസിക്കാനായിട്ട് ഹൗസ് കൊടുക്കുകയാണ്. സോ ഹൗസ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ അത് ഫ്രീ ആയിട്ട് കൊടുത്താലോ അല്ലെങ്കിൽ കൺസെഷണൽ റെന്റിൽ കൊടുത്താലോ എന്ത് അട്രാക്ട് ചെയ്യും? എംപ്ലോയർ എംപ്ലോയിക്ക് ബെനിഫിറ്റ് കൊടുത്ത കണക്കാണ്. സോ ഒരു ലിമിറ്റിന് ശേഷം മുകളിലേക്ക് എന്താണ്? ടാക്സബിൾ ആണ്. ശ്രദ്ധിക്കാം, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, RFA, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഇവിടെ ശ്രദ്ധിക്കാം, റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്നത് ഒന്ന്, ഫസ്റ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ, ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ സോ എന്താണ്? ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്. സോ റെന്റ് ഫ്രീ അക്കോമഡേഷൻ. സോ നമ്മുടെ RFA ആദ്യം പറയുന്നത് അൺഫർണിഷ്ഡ്, നമ്മൾ എഴുതുക അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ഓക്കെ. സോ ഗവൺമെന്റ് എംപ്ലോയീസിനാണ് പറയുന്നെങ്കിൽ ലൈസൻസ് ഫീ fixed by ഗവൺമെന്റ് അതായിരിക്കും എന്ത്? ടാക്സബിൾ പെർക്വിസിറ്റ് അല്ലെങ്കിൽ RFA റെന്റ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടിയാണ് ഇത് പഠിക്കാനായിട്ട്. സോ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ഒരു റെന്റ്, ദാറ്റ് മീൻസ് ഗവൺമെന്റിന്റെ എംപ്ലോയി ആണ്, അയാൾക്ക് ആ പർട്ടിക്കുലർ എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. ദെൻ പറയാണ് ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ്. നമുക്ക് ഇയറിലേക്ക് ജസ്റ്റ് ഞാൻ പറയാണ് 1 lakh എന്ന് വിചാരിക്കുക, 1 lakh. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് എന്തായിരിക്കും? സോ 1 lakh റുപ്പീസിന്റെ, അതായത് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന എന്താണ്? അതിന്റെ റെന്റ് 1 lakh ആണ്. ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് 1 lakh ആണ്. അങ്ങനെ ഒരു അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയി കിട്ടിയ ബെനിഫിറ്റ് എന്താണ്? 1 lakh. സോ എന്ത് വരും? റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ പുറത്ത് വരുന്ന ടാക്സബിൾ പെർക്വിസിറ്റ് 1 lakh വരും. സോ ഇത് തന്നെ പറയാണ്, എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് എപ്പോഴും നമ്മൾ വെറുതെ ഒരു ഫോമുല അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കരുത്. സോ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് റെന്റ് കൺസെഷൻ റെന്റ് കൊടുത്തിരിക്കുകയാണ്, ലൈസൻസ് ഫീ ഫിക്സ് ചെയ്തിരിക്കുന്ന 1 lakh ആണ്. സോ ആ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു 20,000 ഈടാക്കുന്നുണ്ട് റെന്റ് എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ അയാൾ കിട്ടിയ ബെനിഫിറ്റ് 1 lakh ആണോ 80,000 ആണ്? 1 lakh ആണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തത്, അയാളുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നത് 20,000. സോ എപ്പോഴും ഞാൻ പറയാം, ഈ RFA അല്ലെങ്കിൽ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ ബെനിഫിറ്റ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കിയിട്ടുണ്ടെങ്കിൽ
സോ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ഗവൺമെന്റ് ലെസ്. ഓക്കെ, അത് നമ്മൾ ഡിപ്പെൻസ് ആണ്. ഉണ്ടെങ്കിൽ റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയി. സോ എംപ്ലോയി ആക്ച്വലി എന്തെങ്കിലും, അല്ലെങ്കിൽ എംപ്ലോയർ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ദാറ്റ് മീൻസ് എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർക്വിസിറ്റ്. അത് പല രീതിയിലാണ്. സോ ഇവിടെ നമ്മൾ ഹൗസ് കൊടുത്തു, അതിനുശേഷം ഒരു RFA റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫിഗർ കളക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റെന്റ് ഫ്രീ അല്ല, അതെന്താണ്? സോ ഒരു അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, ആക്ച്വൽ റെന്റിനെക്കാട്ടിലും കുറച്ച് കൊടുത്തിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് ആ ഡിഫറൻസ് മാത്രമായിരിക്കും എന്ത് വരുന്നത്, കൺസെഷണൽ റെന്റിന് കൊടുത്തതുപോലെ വരത്തുള്ളൂ. എത്രയാണോ കൺസെഷൻ കിട്ടിയത് ആ എമൗണ്ട് ആയിരിക്കും എന്ത്, ടാക്സബിൾ പെർക്വിസിറ്റ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സോ അതർ എംപ്ലോയീസ്, സോ ഗവൺമെന്റ് അല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ, ഇഫ് അക്കോമഡേഷൻ ഓൺഡ് ബൈ എംപ്ലോയറുടെ സ്വന്തമായിട്ടുള്ള ഹൗസ് അല്ലെങ്കിൽ റെന്റ് അക്കോമഡേഷൻ ആർക്ക് കൊടുത്തു, എംപ്ലോയിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ്, ടാക്സബിൾ പെർക്വിസിറ്റ്. സോ വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ RFA ചോദിച്ചാൽ ഇവിടെ നിന്നായിരിക്കും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ വരുന്നത് സാലറി. ടാക്സബിൾ പെർക്വിസിറ്റ്, ഈ കേസിലെ ടാക്സബിൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഈക്വൽ ടു 15% into salary. 15% into salary if population, so area population greater than 25 lakh. 2001 സെൻസസ് പ്രകാരം 25 ലാഖിന് മുകളിലാണ് എങ്കിൽ എത്രയായിരിക്കും, 15% of salary. Then 10% of salary, 10% into salary if population, so 10% വരും. പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കൂടുതലാണ്, ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 lakh. സോ 10 ലക്ഷത്തിന് മുകളിൽ മുതൽ 25 ലക്ഷം വരെ. ആദ്യത്തെ കേസ് എന്തായിരുന്നു, 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ. രണ്ടാമത്തെ എന്താണ്, 10 ലക്ഷത്തിന് മുകളിലാണ് എന്നാൽ 25 ലക്ഷം വരെ ആണെങ്കിൽ 10%. ദെൻ മൂന്നാമത്തത് 7.5% of salary. That means 7.5 into salary if population less than, up to 10 lakh. So 15%, 25 lakh മുകളിലാണെങ്കിൽ 15%, 10 lakh മുകളിൽ മുതൽ 15 lakh 25 lakh വരെ ആണെങ്കിൽ 10%, 10%, then 10 lakh വരെ ആണെങ്കിൽ 7.5%. എന്തിന്റെ, സാലറി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇതിനകത്ത് സാലറി മീൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഇവിടെ ഒരു പോയിന്റ്, നമുക്ക് സാലറി എന്താന്നുള്ള ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എംപ്ലോയർ ശ്രദ്ധിക്കാം. എംപ്ലോയർ എന്താണ്, ഓൺ ചെയ്യുന്നതല്ല. എംപ്ലോയർ ഇത് എന്തിനെടുത്തിരിക്കുകയാണ്, എംപ്ലോയർ വീട് റെന്റിനെടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് ആൻസർ ചെയ്യണം. സോ ഇത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ് കണ്ടുപിടിച്ചത്. ഇവിടെയും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കണ്ടുപിടിച്ചതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം, ആക്ച്വലി റെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. സോ അത് ക്ലിയർ ആണല്ലോ അല്ലെ? സോ ഇത് ടാക്സബിൾ പെർക്വിസിറ്റ് ആയിട്ട് എടുത്ത് നമ്മൾ ഇത്ര ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്താൽ, സോ അത് കഴിഞ്ഞ് പറയാണ് എംപ്ലോയിയുടെ 5000 വെച്ച് വാങ്ങിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കണ്ടുപിടിച്ച എമൗണ്ടിൽ നിന്ന് 15% 10% 7.5% ആ കണ്ടുപിടിച്ച എമൗണ്ടിൽ നിന്ന് എന്താണ്, ആ റിക്കവർ ചെയ്ത എമൗണ്ട് കുറയ്ക്കണം. മിച്ചമുള്ളതായിരിക്കും എന്ത്, എംപ്ലോയിക്ക് കൊടുത്ത ബെനിഫിറ്റ് മാത്രമേ എവിടെ വരത്തുള്ളൂ, പെർക്വിസിറ്റിൽ വരത്തുള്ളൂ. ക്ലിയർ ആണോ? സോ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന എംപ്ലോയർ ഓൺ ചെയ്യാത്ത കേസ്, അതർ ഓൺഡ് ബൈ എംപ്ലോയർ. ദെൻ ഈ കേസിൽ എംപ്ലോയർ ഹയർ ചെയ്താണ്, ഹയർഡ് ബൈ എംപ്ലോയർ. സോ ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ ടാക്സബിൾ പെർക്വിസിറ്റ്. ഓക്കെ, സോ
നോർമലി ഹയർ ചെയ്തായിട്ട് എന്തായിരിക്കും ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. ആക്ച്വൽ പെർക്വിസിറ്റ് വിൽ ബി ലീസ്റ്റ് ഓഫ് ദ following. Least of the following. So first one, actual higher charges by employer. So ഇവിടെ എംപ്ലോയർ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, എംപ്ലോയർ എന്ത് ചാർജ് കൊടുത്താലും ഇവിടുത്തെ പ്രശ്നം നോക്കിയേ, എംപ്ലോയർ ഓൺ ചെയ്യുന്നല്ല, എംപ്ലോയർ റെന്റിനെടുത്താണ്. സോ എംപ്ലോയർ റെന്റിനെടുത്താണെങ്കിൽ എന്താണ് പ്രശ്നം? സോ ഇവിടെ ഇങ്ങനെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്നൊരു കോൺസെപ്റ്റ് വന്നില്ല എങ്കിൽ എംപ്ലോയർ പറയണം ഞാനൊരു ചെറിയ വീടിന് കൊടുത്തിരിക്കുന്നത്, ഞാൻ റെന്റ് കൊടുക്കുന്നത് 50,000 സോ ഈ 50,000ന്റെയും ടാക്സ് ബർഡൻ ആരുടെ തലയ്ക്ക് വരും? എംപ്ലോയിയുടെ തലയ്ക്ക് വരും. സോ ദാറ്റ് മീൻസ് എന്താ, എംപ്ലോയർ സ്വന്തമായിട്ടല്ല, എംപ്ലോയർ റെന്റിന് എടുക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്കും ഇൻകം ടാക്സ് ആകട്ടെ, അത് ശരിയാകത്തില്ലല്ലോ. സോ നിങ്ങൾ ഒന്നും ചെയ്യാതെ ചുമ്മാ തോന്നിയ ഒരു ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബർഡൻ മുഴുവൻ ആരുടെ തലയ്ക്ക് വരാൻ പറ്റില്ല? എംപ്ലോയിയുടെ തലയ്ക്ക് വരാൻ പറ്റത്തില്ല. സോ ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ, അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചേക്കാണ് 15% ഇൻടു സാലറി. സോ ഇതിൽ ഏതാണോ ലീസ്റ്റ് അത്രയും വരെ എന്ത് ചെയ്യും, എംപ്ലോയിക്ക് ബെനിഫിറ്റ് കൊടുത്തായിട്ട് കണക്കാക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എംപ്ലോയിയുടെ പെർക്വിസിറ്റ് ആയിട്ട് ടാക്സ് ചെയ്യാം. ക്ലിയർ ആണോ? നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ എന്തായിരുന്നു, വീട് മാത്രം അല്ലെങ്കിൽ ഫ്ലാറ്റ് മാത്രം കൊടുത്തു. ഫ്ലാറ്റിൽ ഫർണിച്ചർ കൂടെ ഉണ്ടെങ്കിൽ, ഇത് അൺഫർണിഷ്ഡ് ആയിരുന്നു, അൺഫർണിഷ്ഡ്. സോ ദാറ്റ് മീൻസ് ഫർണിഷ്ഡ് ആണെങ്കിലും എന്താണ്, നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആണ്. സോ വീടിന്റെ അല്ലെങ്കിൽ അക്കോമഡേഷൻ നമ്മൾ എന്താണ് ഇതേപോലെ തന്നെ കണ്ടുപിടിക്കും. അക്കോമഡേഷന് നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ കണ്ടുപിടിക്കും. ദെൻ എന്താണ്, കിട്ടിയ ഫർണിച്ചറിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫർണിഷ്ഡ് അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് ആവും. ക്ലിയർ ആണോ? സോ ഇത് ആസ് ഇറ്റ് ഈസ്. ഇപ്പൊ അൺഫർണിഷ്ഡ് പോലെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു, ദെൻ ഫർണിച്ചറിന്റെ മാത്രം സെപ്പറേറ്റ് പെർക്വിസിറ്റ് കണ്ടുപിടിക്കുന്നു. ക്ലിയർ ആണോ? ശ്രദ്ധിക്കാം. rent free accommodation, ബ്രാക്കറ്റില് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. സോ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്താണ്, കമ്പ്യൂട്ട് RFA, ടാക്സബിൾ പെർക്വിസിറ്റ് RFA, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ടാക്സബിൾ പെർക്വിസിറ്റ് കൊടുക്കുക. കമ്പ്യൂട്ട് ടാക്സബിൾ പെർക്വിസിറ്റ്. സോ എന്തിന്റെ മാത്രം കണ്ടുപിടിക്കും, അൺഫർണിഷ്ഡ് ആണെങ്കിൽ, അതായത് ഹൗസിന്റെ മാത്രം, അക്കോമഡേഷന്റെ മാത്രം. കമ്പ്യൂട്ട് ടാക്സബിൾ പെർക്വിസിറ്റ് ആസ് ഇഫ് it is an unfurnished accommodation. It is an unfurnished accommodation. Unfurnished ആണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ടാക്സബിൾ പെർക്വിസിറ്റ്. ദെൻ സ്റ്റെപ്പ് 2 എന്താണ്, സ്റ്റെപ്പ് 1 കിട്ടിയത് പ്ലസ് പെർക്വിസിറ്റ് in respect of furniture provided. So provide ചെയ്ത ഫർണിച്ചറിന്റെ പുറത്തുള്ള പെർക്വിസിറ്റ് കൂടെ കണ്ടുപിടിക്കുക. സോ അൺഫർണിഷ്ഡ് കണ്ടുപിടിച്ചു, അതേപോലെ ഫർണിച്ചറിന്റെ. സോ ഫർണിഷ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഫർണിച്ചർ ഓൺഡ് ബൈ എംപ്ലോയർ ആണ് നോക്കുക. സോ ഓൺഡ് ബൈ എംപ്ലോയർ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നമ്മൾ നേരത്തെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൂവബിൾ അസറ്റ് അല്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്താൽ, മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്താൽ, മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്താൽ എത്രയാണ് വരുന്നത്? മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്താൽ, മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുത്താൽ എന്താണ് വരുന്നത്? കോസ്റ്റ് ഇൻറ്റു 10%. സോ 10%. സോ മൂവോ അത് തന്നെ അതേ സെയിം തന്നെ വരുന്ന അതേ പ്രൊവിഷൻ തന്നെ ഇവിടെ വരുന്നത്. എംപ്ലോയർ ഓൺ ചെയ്തിട്ടാണെങ്കിൽ മൂവബിൾ അസറ്റ്സ് ഓഫ് ഫർണിച്ചർ ഈസ് എ മൂവബിൾ അസറ്റ് എന്ത് വരും? 10% ഇൻറ്റു
കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആയിരിക്കും എന്ത് വരുന്നത്, ഫർണിച്ചറിന്റെ പുറത്ത് എന്തായിട്ട് വരുന്നത്, ടാക്സബിൾ പെർക്യൂസിറ്റ്. സോ നേരെ മറിച്ച് ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിലോ, ഹയർഡ് ബൈ ദാറ്റ് മീൻസ് എംപ്ലോയർ റെന്റിന് എടുത്താണെങ്കിൽ ഹയർഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആക്ച്വൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. സോ എംപ്ലോയർ എത്രയാണോ ഹയർ ചാർജസ് പേ ചെയ്തത് അത്രയും നമുക്ക് എന്തായിട്ട് വരും, എംപ്ലോയിയുടെ പെർക്യൂസിറ്റ് ആയിട്ട് വരും, ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ പെർക്യൂസിറ്റ് ആയിട്ട് വരും, ഇൻ റെസ്പെക്ട് ഓഫ് ഫർണിച്ചർ. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പ്രൊവിഷൻ. സോ അത് ഉണ്ടോ, അത് തന്നെ ഓർത്താൽ മതി. ഹയർ ചാർജസ് ഉണ്ടോ, ഈ പറയുന്ന എക്സാക്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഫർണിച്ചർ. ദാറ്റ് മീൻസ് മൂവബിൾ അസറ്റ് അതർ ദാൻ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. ഇത് ഫർണിഷ്ഡ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഫർണിഷ്ഡ് ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെന്റ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അൺഫർണിഷ്ഡ് കേസിൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 15% ഓഫ് സാലറി, 10% ഓഫ് സാലറി, 7% ഓഫ് സാലറി ഹയർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15% ഓഫ് സാലറി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് RFA. For the purpose of computing RFA, very very important, salary is equal to for the purpose of computing RFA, salary means salary is equal to very important, basic salary plus DA in terms of employment, DA forming part of retirement benefit, plus bonus. So that means any bonus. Then commission. So any commission plus all taxable allowances. So that means RFA കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമുക്ക് അലവൻസസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സോ ഉണ്ടോ, സാലറി മീൻസ് ഉണ്ട് ബേസിക് സാലറി, DA in terms of employment salary, then bonus, commission, all taxable allowances. So 10 subsection പ്രകാരം എക്സംഷൻ കഴിച്ചു വരുന്ന എല്ലാ അലവൻസസും ചേർന്നിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് RFA ഉണ്ടോ. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാലറി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ് ടു അലവൻസസ് ഒരു പോർഷൻ, ദെൻ പെർക്യൂസിറ്റ്. ബിക്കോസ് RFA കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ ഉണ്ടോ, നമ്മൾ എന്താണ് അപ് ടു അലവൻസസ് വരെ ഫുൾ അഡ്ജസ്റ്റ്മെന്റ്സ് എഴുതി അതിനകത്ത് വേണ്ടതെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടോ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, RFA ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് computing taxable perquisite in respect of RFA. എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, സാലറി എക്സ്ക്ലൂഡ്സ്. ഓക്കെ പറയാം, എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ എന്തൊക്കെയാണ്, നമ്മൾ നോർമൽ സാലറി എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, DA not forming part of retirement benefit. No, CA in forming part of retirement benefit മാത്രമേ വരുന്നുള്ളൂ. Then വേറെ എന്താണ്, employers contribution to PF. No, PF ലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. സോ employers contribution excess of 12% of salary if employers contribution to RPF, അത് നമുക്ക് നോർമലി സാലറി വരുന്നതാണ്. Then all exempt allowances. So that means taxable allowances മാത്രമാണ് വരുന്നത്. Then എന്ത് വരത്തില്ല, other perquisite. So എന്താണ്, RFA ഒഴിച്ചുള്ള ബാക്കി എല്ലാ പെർക്യൂസിറ്റും അണ്ടർ സെക്ഷൻ 7 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ഒരു പെർക്യൂസിറ്റും എന്തിനകത്ത് വരത്തില്ല, സാലറി കണ്ടുപിടിക്കുമ്പോൾ വരില്ല. ക്ലിയർ ആണോ? വെരി വെരി ഇമ്പോർട്ടന്റ് സാലറി. നമ്മള് ബേസിക് പ്ലസ് DA in terms of plus commission as a person of turnover achieved കൊണ്ട് തീരുന്നില്ല.
basic plus DA in terms of employment plus bonus plus commission plus എല്ലാ taxable allowanceും. So that means up to allowances വരെ ചെയ്ത് നിർത്തിയിട്ടേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? RFA. ശ്രദ്ധിക്കാം. If accommodation provided in hotel, not yeah, if. So DA forming part of salary. DA in terms of employment മാത്രമേ എന്തിനകത്ത് വരത്തുള്ളൂ? For the purpose of computing tax salary, for the purpose of computing taxable perquisite in case of RFA. DA not forming part of salary അല്ലെങ്കിൽ not forming part of retirement benefit എന്താണ് എടുക്കില്ല. സോ ഇവിടെ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫറിന്റെ സമയത്ത് അക്കോമഡേഷൻ സോ എംപ്ലോയിയുടെ ഒരു ട്രാൻസ്ഫറിന്റെ സമയത്ത് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. സോ ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്താൽ അവിടെ RFA ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ നോക്കാം. സോ നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് accommodation provided in a hotel at the time of transfer and if it is up to 15 days. So 15 days വരെയാണ്. സോ ഒരു ട്രാൻസ്ഫർ കിട്ടി, അവിടെ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ ഒരു കുറച്ച് സമയം വേണം. 15 days വരെ ആണെങ്കിൽ then it will not be treated as taxable perquisite. സോ ഒരു എംപ്ലോയിയെ പുതിയൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു എംപ്ലോയിക്ക് ചേരുന്ന രീതിയിൽ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നവരെ എന്താണ് ഹോട്ടലിൽ താമസിപ്പിച്ചു. 15 ദിവസം വരെയൊക്കെ ആണെങ്കിൽ എന്താ നമുക്ക് എത്ര വരെ കൊടുക്കാം? പുതിയൊരു സ്ഥലം, നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാണ്ട് 15 ദിവസം വരെ കൊടുക്കാം. അതിലും കൂടുതൽ എന്താണ് കൊടുക്കാൻ പറ്റില്ല. അപ് ടു 15 days വരെയൊക്കെ ആണെങ്കിൽ എന്താണ് ആ കംപ്ലീറ്റ് എമൗണ്ട് എന്താണ് പെർക്വിസിറ്റ് ആണ്. ബട്ട് എന്ത് ചെയ്യത്തില്ല, ഇത് ടാക്സബിൾ അല്ലാണ്ടാകും. അതർവൈസ് സോ 15 days കൂടുതലാണെങ്കിൽ എന്തുവരും? പെർക്വിസിറ്റ് ആണ്. അത് ടാക്സബിൾ പെർക്വിസിറ്റ് ആണ്. ടാക്സബിൾ പെർക്വിസിറ്റ് will be equal to 24% into salary. So salary 24% or actual bill paid by employer. So employer bill pay ചെയ്തത് whichever is less. So employee പെർക്വിസിറ്റ് ആണ്. സോ 24% സാലറി 24% അല്ലെങ്കിൽ എംപ്ലോയർ ആക്ച്വലി പേ ചെയ്തോ അതിലേതാണോ ലീസ്റ്റ് അത് എന്തായിട്ട് എടുക്കും? 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ടാക്സബിൾ പെർക്വിസിറ്റ്. സോ ടാക്സബിൾ പെർക്വിസിറ്റ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എത്രയാണ്? 24% ഓഫ് സാലറി. സാലറി മീൻസ് എന്താണ്? ഈ നേരത്തെ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓർ ആക്ച്വൽ ചാർജസ് അല്ലെങ്കിൽ ആക്ച്വൽ ബില്ല് പെയ്ഡ് ബൈ എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഒരെണ്ണം കൂടെയാണ് നമുക്ക് മെയിനായിട്ട് പെർക്വിസിറ്റിലുള്ളത്. പ്ലസ് 2 എണ്ണം നമ്മൾ ആ ഒരു ഒരെണ്ണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഉണ്ട്. ഒരു ഇസോപ്പിന്റെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കുന്ന ഒരു കേസ് കൂടെ ഉണ്ട്. പ്ലസ് 17 സബ്സെക്ഷൻ 2 ക്ലോസ് 7 നമ്മൾ പറഞ്ഞത് ക്ലോസ് 7A 2 നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതും കൂടെയാണ് സാലറിയിലെ തിയറി ആയിട്ടുള്ളത് നമ്മുടെ ഏരിയ. ഓക്കെ. സോ ഫസ്റ്റ് എംപ്ലോയിക്ക് എംപ്ലോയർ മോട്ടോർ കാർ കൊടുക്കുകയാണ്. സോ വാല്യുവേഷൻ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക. Valuation of motor car. Okay. So motor car കൊടുത്താൽ പെർക്വിസിറ്റ് വരുന്ന സെനാരിയോ ആണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുക, നമുക്ക് ഇതിലൊരു സെനാരിയോ ഉറപ്പായിട്ടും സാലറി എന്ന് മാത്രം നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് മോട്ടോർ കാർ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന സെനാരിയോ കൂടെ വരും. വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഏത് വരുന്നത്? മോട്ടോർ കാർ ഓൺഡ് ഓർ ഹയർഡ് by employer, owned or hired by employer, and
employee allowed to use. Okay. Employee allowed. So employer ownership motor car ആണ് employee use ചെയ്യുന്നുണ്ട് and expenses met by employer. So employer car ആണ് employee എന്താണ് യൂസ് ചെയ്യാൻ മാത്രമാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചറും ആര് മീറ്റ് ചെയ്യും എന്നാ പറയുന്നത്? എംപ്ലോയർ തന്നെ മീറ്റ് ചെയ്താൽ. ഇവിടെ നോക്കാം. ഇവിടെ നമ്മള് ഒരു ശ്രദ്ധിക്കാം. സോ ഇവിടെ മോട്ടോർ കാർ ആരുടെയാണ്? എംപ്ലോയറുടെ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ എംപ്ലോയർ ഹയർ ചെയ്തിട്ടുള്ളതാണ്. എംപ്ലോയി യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബാക്കിയുള്ള എക്സ്പെൻഡിച്ചറും ആരാണ് മീറ്റ് ചെയ്യുന്നത്? എംപ്ലോയർ ആണ്. സോ ഈ മോട്ടോർ കാർ എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിലോ? ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ്. സോ എംപ്ലോയിക്ക് പേഴ്സണൽ പർപ്പസിനല്ല കൊടുത്തിരിക്കുന്നത്, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം എംപ്ലോയറുടെ കാറ് അതില് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ ഡീസൽ അടിച്ച് എംപ്ലോയിക്ക് കൊടുത്തിരിക്കുകയാണ്. എംപ്ലോയിയുടെ ഒരു പേഴ്സണൽ പർപ്പസിനും പറ്റില്ല. ഓഫീസിൽ നിന്ന് ക്ലയന്റിനെ കാണാനോ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് എംപ്ലോയി യൂസ് ചെയ്യണം, തിരിച്ച് ഓഫീസിൽ വരണം. അതിന് മാത്രമാണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ടോ? ഫുള്ളി എക്സെപ്റ്റഡ് ആയിരിക്കും അല്ലെ. സോ നോട്ട് എ ടാക്സബിൾ പെർക്യൂസിറ്റ് ബിക്കോസ് ഓൺലി എന്തിനു വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്? എംപ്ലോയിക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നുമില്ല, എംപ്ലോയർക്ക് മാത്രം ബെനിഫിറ്റ് എന്താണ്? സമയം. സോ എംപ്ലോയർക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാറിൽ വന്നാണ് എംപ്ലോയി ഇറങ്ങുന്നത്, ഗുഡ് വില്ലിന് നല്ലതാണ്. സോ ഫുള്ളി എക്സെപ്റ്റഡ്, നോട്ട് എ പെർക്യൂസിറ്റ്, നോട്ട് എ പെർക്യൂസിറ്റ്. ഓക്കെ. സോ ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ. ദെൻ അടുത്തത് ഫുള്ളി പേഴ്സണൽ പർപ്പസ്. എംപ്ലോയറുടെ കാറ് എംപ്ലോയി യൂസ് ചെയ്യാണ്, അതിനകത്ത് എക്സ്പെൻഡിച്ചറും എക്സ്പെൻഡിച്ചർ പെട്രോളും അടിക്കുന്നതൊക്കെ എംപ്ലോയർ ആണ്. ഫുള്ളി യൂസ് ചെയ്യുന്നത് പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ എന്തായിരിക്കും പെർക്യൂസിറ്റ് വരുന്നത്? എന്തായിരിക്കും പെർക്യൂസിറ്റ് വരിക? സോ ഇവിടെ നോക്കാം ഉണ്ടോ, നമ്മളപ്പം ചിന്തിക്കണം. നേരത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള്, എന്തെങ്കിലും മോട്ടോർ കാർ ഈസ് എ മൂവബിൾ അസറ്റ് അല്ലെ. മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്താൽ, മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്താൽ എത്രയാണ് പെർക്യൂസിറ്റ് ആയിട്ട് വരിക? എത്രയാണ്? 10% അല്ലെ. സോ ഇതുവരെ ഇവിടെ 10% into cost. 10% into cost വരും if owned by employer. സോ അല്ലെങ്കിൽ എന്ത് വരും? ആക്ച്വൽ ഹയർ ചാർജസ്, actual higher charges if hired by, no, same if hired by employer, hired by employer. സോ ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ വന്നതാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ ചെയ്തില്ല. ഫുള്ളി പേഴ്സണൽ, ദാറ്റ് മീൻസ് മൂവബിൾ അസറ്റ് എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ, കമ്പ്യൂട്ടർ അല്ലാതെ വേറെ ഏത് മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ കൊടുത്താലും എന്താണ്? 10% per annum. അതിനെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? പെർക്യൂസിറ്റ്. ക്ലിയർ ആണ്? സോ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ, സോ വലിയ പ്രോബ്ലത്തില് ഇതായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് പാർട്ട്ലി official purpose, partly official purpose. So that means ഇവിടെ എക്സാക്ട് ആയിട്ട് എത്ര ഒഫീഷ്യൽ പർപ്പസ് എത്ര പേഴ്സണൽ പർപ്പസ് അങ്ങനെ എക്സാക്ട് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് രാവിലെ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യും, വൈകുന്നേരം ആണെങ്കിൽ അവരെന്താണ് വീട്ടിൽ പോയിട്ട് പേഴ്സണൽ പർപ്പസിന് എംപ്ലോയിയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വീട്ടിൽ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ സ്പൗസോ ചിൽഡ്രനോ ആരെങ്കിലും ഒക്കെ അത് പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ ഇവിടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കാം. ഫസ്റ്റ് കേസ്, if cc of engine, if cc of engine up to 1.6 cc liter
1 ലിറ്റർ വരെയാണ് ക്യൂബിക് കപ്പാസിറ്റി എങ്കിൽ സോ പെർക്യൂസിറ്റ് എന്ത് വരും? then that implies perquisite എത്ര വരും? rupees 1800 per month. സോ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ്, പാർട്ട്ലി പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? ക്യൂബിക് കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ നോക്കും. അപ് ടു 1.6 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 1800 പെർ മന്ത്. സോ ഇഫ് CC ഗ്രേറ്റർ ദാൻ 1.6 ലിറ്റർ ആണെങ്കിലോ perquisite will be rupees 2400 per month. rupees 2400 per month. സോ ഇത് കൂടാതെ ഡ്രൈവറെ കൂടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഡ്രൈവർ ഓൾസോ പ്രൊവൈഡഡ്. സോ എക്സ്ട്രാ എത്ര വരും? പ്രൊവൈഡഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു rupees 900 പെർ മന്ത് കൂടെ വരും. സോ അതായത് CC 1.6 ലിറ്റർ വരെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ എത്ര വരും? 1800 പ്ലസ് 900 വരും പെർ മന്ത് പെർക്യൂസിറ്റ്. ദെൻ CC 1.6 ലിറ്ററിന് മുകളിലാണെങ്കിൽ എന്ത് വരും? 2400 പ്ലസ് 900 വരും ഡ്രൈവറും കൂടെ ഉണ്ടെങ്കിൽ. സോ ഡ്രൈവർ ഇല്ലെങ്കിൽ 1800 2400. സോ കപ്പാസിറ്റി അനുസരിച്ച് ഡ്രൈവറുടെ കേസിൽ എന്ത് മാറുന്നില്ല? പെർക്യൂസിറ്റി ചേഞ്ച് ആകുന്നില്ല. ഡ്രൈവറെയും കൂടെ എംപ്ലോയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കണ്ടുപിടിക്കുന്നതിലൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? പ്ലസ് 900 കൂടെ ആഡ് ചെയ്യണം അല്ലെ? സോ നമുക്ക് ഈ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്ന പാർട്ട്ലി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? എംപ്ലോയറുടെ കാറ് എംപ്ലോയി യൂസ് ചെയ്യുന്നു, എക്സ്പെൻസസും എംപ്ലോയർ മീറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് ക്ലിയർ ആണല്ലോ അല്ലെ? രണ്ടാമത്തെ കേസ് പറയട്ടെ. Then next one, motor car owned by employer. Motor car owned by employer and expenses met by employee. So മോട്ടോർ കാർ ആരുടെയാണ്? എംപ്ലോയറുടെ ആണ്. അതിനകത്ത് വരുന്ന എക്സ്പെൻസസ് ആരാണ് മീറ്റ് ചെയ്യുന്നത്? എംപ്ലോയി ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ സോ ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എന്തായിരിക്കും? സോ നേരത്തെ എംപ്ലോയറുടെ കാറിൽ എംപ്ലോയർ പെട്രോൾ അടിച്ചിട്ട് എംപ്ലോയി പോയ ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്താലല്ല. ഇവിടെ എന്താണ്? എംപ്ലോയിക്ക് നഷ്ടമാണ്. എംപ്ലോയറുടെ കാർ മാത്രമേ ഉള്ളൂ. തന്റെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മെറ്റ് ചെയ്താൽ തന്റെ കയ്യിൽ നിന്ന് ചെലവായതിന് വീണ്ടും ടാക്സ് അടയ്ക്കുമോ എംപ്ലോയി? സോ ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ എന്താണ്? നോട്ട് എ ടാക്സബിൾ പെർക്യൂസിറ്റ്. ക്ലിയർ അല്ലേ? എംപ്ലോയർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്താൽ പോലും ടാക്സബിൾ അല്ല. ബിക്കോസ് എന്തിനു വേണ്ടി മാത്രമാണ്? ഓഫീസിൽ നിന്ന് ക്ലയന്റിന്റെ ഓഫീസിലേക്കും ക്ലയന്റ് ഓഫീസ് തിരിച്ച് ഓഫീസിലേക്കും പോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ കാറ് എംപ്ലോയി. ദെൻ ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെങ്കിലോ? ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ എന്താണ്? എക്സ്പെൻഡിച്ചർ ഒന്നും വരത്തില്ല. പക്ഷെ എന്താണ്? യൂസ് ചെയ്യാൻ കൊടുക്കുന്നതിന് 10% ഇൻടു കോസ്റ്റ്. 10% ഇൻടു കോസ്റ്റ്. ഹയർഡ് ആണെങ്കിൽ ഹയർ ചാർജസ്. ക്ലിയർ അല്ലേ? ഹയർഡ് ആണെങ്കിൽ ഹയർ ചാർജസ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കുക. അടുത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ആരാണ് ഓൺ ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ ആരാണ് മീറ്റ് ചെയ്യുന്നത്? അതനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. സോ ഇവിടെ ഈ കേസിൽ പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ്, പാർട്ട്ലി ഒഫീഷ്യൽ, പാർട്ട്ലി പേഴ്സണൽ പർപ്പസ്. സോ ശ്രദ്ധിക്കുക. ഇവിടെ നേരത്തെ കേസിൽ ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. ഇവിടെ ഓൺഡ് ബൈ എംപ്ലോയർ ബട്ട് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയി.
സോ ഇവിടെ നമുക്ക് ചേഞ്ച് ഉണ്ട്. if cc up to 1.6 liter then perquisite വരുന്നത് 1800 അല്ല 600 per month ആണ്. Okay, because expenses met by just യൂസ് ചെയ്യാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം തന്നെ എന്താണ് എംപ്ലോയി ആണ് മീറ്റ് ചെയ്യുന്നത്. then if cc greater than 1.6 liter then 600 എന്നുള്ളത് എത്രയാവും 900 per month. Okay, so 1800 200 എങ്ങനെ മാറും 600 900 മാറും. owned by employer and expenses met by employee. owned by employer and expenses met by employee ആണെങ്കിലാണ് എന്താകുന്നത് 600 and 900. so ഇതിന്റെ കൂടെ പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിലോ ഡ്രൈവർ provided by employer എന്ത് വരും പ്ലസ് ഒരു 900 പെർ മന്ത് വരും. സോ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒന്നും നോക്കത്തില്ല, ഒരു 900 നേരത്തെ ഒരു ചേഞ്ചും ഇല്ല, 900 പെർ മന്ത് എന്തായിട്ട് വരും പെർക്വിസിറ്റ്. മൂന്നാമത്തെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഓൺഡ് ബൈ എംപ്ലോയി. എംപ്ലോയിയുടെ കാറാണ്, ഓൺഡ് ബൈ എംപ്ലോയി ബട്ട് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. ലാസ്റ്റ് കേസ് ഓൺഡ് ബൈ എംപ്ലോയി, എംപ്ലോയി ഓൺ ചെയ്യുന്നുണ്ട് ആൻഡ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. എംപ്ലോയിയുടെ കാറാണ്, എംപ്ലോയിയുടെ കാറാണ്, എംപ്ലോയറുടെ കാറല്ല, എംപ്ലോയിയുടെ കാറാണ്, ബട്ട് എന്താണ് എക്സ്പെൻഡിച്ചർ മീറ്റ് ബൈ എംപ്ലോയർ. സോ ഇത് ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിലോ, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ ടാക്സബിലിറ്റി അട്രാക്റ്റീവ്. ഓൾറെഡി ആരുടെ കാറാണ് എംപ്ലോയിയുടെ കാറാണ്, ജസ്റ്റ് എന്താണ് പെട്രോൾ അടിക്കുന്ന എംപ്ലോയർ ആണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എംപ്ലോയറുടെ പർപ്പസിനായിട്ട് ക്ലയന്റ് ഓഫീസിൽ പോകാനും തിരിച്ചു വരാനും മാത്രമാണെങ്കിൽ, ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ ടാക്സബിലിറ്റി വരുമോ? നോട്ട് എ ടാക്സബിൾ പെർക്വിസിറ്റ്. then fully പേഴ്സണൽ പർപ്പസ്, ഫുള്ളി പേഴ്സണൽ പർപ്പസ് ആണെങ്കിൽ സോ ഇവിടെ എന്താണ് എംപ്ലോയിയുടെ ആണ്. സോ ദാറ്റ് മീൻസ് എംപ്ലോയറുടെ എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന എഫക്ട് വരത്തില്ല. ആക്ച്വലി എന്ത് മാത്രമേ വരത്തുള്ളൂ, എന്താണോ എംപ്ലോയർ കൊണ്ടായ എക്സ്പെൻസസ്, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ ആയിരിക്കും ഇവിടെ എന്ത് വരുന്നത് എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റ്, എംപ്ലോയിക്ക് കിട്ടിയ ബെനിഫിറ്റ്. സോ അതിനകത്ത് എന്ത് എക്സ്പെൻഡിച്ചർ ആണോ എംപ്ലോയർ കൊടുക്കുന്നത് അതെല്ലാം എന്താണ് എംപ്ലോയിക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ബിക്കോസ് എക്സ്പെൻഡിച്ചർ ബാക്കി സ്വന്തം എംപ്ലോയിയുടെ വണ്ടിയാണ്, അതിനകത്ത് ഫുള്ളി പേഴ്സണൽ പർപ്പസ്. സോ എക്സ്പെൻഡിച്ചർ, അതിനകത്ത് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം എംപ്ലോയർ ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ എക്സ്പെൻഡിച്ചർ എല്ലാം എന്താണ് എംപ്ലോയിക്ക് അഡീഷണൽ ബെനിഫിറ്റ് ആണ്, ബിക്കോസ് യൂസ്ഡ് ഫോർ ഫുള്ളി ഫോർ പേഴ്സണൽ പർപ്പസ്. ലാസ്റ്റ് കേസ് ഇവിടെയാണ് വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ partly official and partly personal purpose. Okay. Partly personal purpose. ഇവിടെ നോക്കാം, ടാക്സബിൾ പെർക്വിസിറ്റ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ടാക്സബിൾ പെർക്വിസിറ്റ് ഇത് ആരുടെ ഓണർഷിപ്പിലാണുള്ളത്? ഓൺഡ് ബൈ ആരുടെ ഓണർഷിപ്പിലാണ്? എംപ്ലോയി. ഇതിനകത്ത് എന്താണ് എക്സ്പെൻസസ് മാത്രമാണ് എംപ്ലോയർ കൊടുക്കുന്നത്. സോ നേരത്തെ കണ്ടോ ഫസ്റ്റ് കേസിലെ എംപ്ലോയറുടെ ഓണർഷിപ്പില് എംപ്ലോയർ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന കേസില് എംപ്ലോയറുടെ ഓണർഷിപ്പില് എംപ്ലോയർ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന കേസിൽ എന്തായിരുന്നു പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ഫിഗർ കണ്ടുപിടിക്കുകയായിരുന്നു. സോ 1800 2400 പ്ലസ് 900. സോ ഇവിടെ ഉണ്ടോ, ഇവിടെയും ഇത് എംപ്ലോയിയുടെ ഓണർഷിപ്പിലായിട്ട് നമ്മൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. പക്ഷെ ഇവിടെ എക്സ്പെൻഡിച്ചർ ആരാണ് മീറ്റ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ടാക്സബിൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. ഓക്കെ, സോ എംപ്ലോയർ മീറ്റ് ചെയ്ത എക്സ്പെൻസ് അതുണ്ട്.
സോ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സോ നമുക്കുണ്ടോ എന്റെ ഓണർഷിപ്പ് എംപ്ലോയിയുടെ ഓണർഷിപ്പിലാണെങ്കിൽ എന്താണ് നമ്മൾ ഓണർഷിപ്പ് പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താണ് അത് എത്രയാണെന്ന് 50-40% കണക്കാക്കിയല്ല എടുക്കുന്നത്. അതിനൊരു സ്റ്റാൻഡേർഡ് നമ്മളൊരു ലിമിറ്റ് വെച്ചേക്കാണ്. എന്ത് ക്യൂബിക് കപ്പാസിറ്റി അപ് ടു 1.6 ലിറ്റർ ആണെങ്കിൽ എത്ര കുറയ്ക്കുക? 1.6 ലിറ്റർ ആണെങ്കിൽ 1800. 1800. ദാറ്റ് മീൻസ് ഈ റേഞ്ച് ആണ് വരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എത്ര കുറയ്ക്കണം? എംപ്ലോയർ മുടക്കിയതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1800 കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? പെർക്യൂസിറ്റ്, ടാക്സബിൾ പെർക്യൂസിറ്റ്. നേരെ മറിച്ച് CC ഗ്രേറ്റർ ദാൻ 1.6 ലിറ്റർ ആണെങ്കിലോ എത്ര വരും? 2400. അത് ഡിപ്പെൻസ് ആണ്. സോ ഇതാണെങ്കിൽ 2400 കുറയ്ക്കും. ദെൻ അത് ആ കുറച്ച് കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ പെർക്യൂസിറ്റ്. സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇതാണ് ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. സോ ഇതിന്റെ കൂടെയും എന്താണ് എംപ്ലോയർ ഡ്രൈവറെയും കൂടെ കൊടുക്കുകയാണെങ്കിൽ എന്തുവരും? ഡ്രൈവർ ഉണ്ടെങ്കിൽ പ്ലസ് ഒരു 900 പെർ മന്ത് കൂടെ വരും. ക്ലിയർ ആണോ? സോ എംപ്ലോയറുടെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസ്. എംപ്ലോയർക്കുണ്ടായ എക്സ്പെൻസിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കേസിൽ കണ്ടുപിടിച്ചതുപോലെ പാർട്ട്ലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്റർ CC വരെ ആണെങ്കിൽ 1800 കുറയ്ക്കാം. ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിന് മുകളിലാണെങ്കിൽ 2400 വരെ കുറയ്ക്കാം. ആ കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്? എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ പെർക്യൂസിറ്റ്. സോ ഡ്രൈവറെ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ആഡ് ചെയ്യുക? ഈ കിട്ടിയതിന്റെ കൂടെ എന്താ 900 പെർ മന്ത് കൂടെ ആഡ് ചെയ്യുക. സോ ഓൺഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ, ഓൺഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയി, ഓൺഡ് ബൈ എംപ്ലോയി, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. സോ ചില ക്ലാസ്സിൽ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയി. സോ എംപ്ലോയിയുടെ ഓണർഷിപ്പിൽ എക്സ്പെൻസീവ് എംപ്ലോയി ആണെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടോ? എംപ്ലോയിക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ അത് പെർക്യൂസിറ്റിലോട്ട് വരുമോ? വരില്ല. ക്ലിയർ അല്ലേ? ഇതിനകത്ത് ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് അതായത് എക്സ്പെൻസിൽ നിന്ന് കിട്ടുന്ന എക്സ്പെൻസിൽ നിന്ന് എന്ത് ചെയ്യണം? കിട്ടുന്ന എംപ്ലോയർ മീറ്റ് ചെയ്ത എക്സ്പെൻസിൽ നിന്ന് ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ച് ഏതാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് കുറയ്ക്കേണ്ടി വരും. ഒരു പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. ലാസ്റ്റ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഫോർ എംപ്ലോയി. സോ എംപ്ലോയിക്ക് തന്നെ എംപ്ലോയറുടെ എന്തെങ്കിലും പഠിക്കാൻ പറയുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തിനു വേണ്ടിയായിരിക്കും? എംപ്ലോയർക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. സോ അതുകൊണ്ട് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ് ആ കേസിൽ. ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ. സോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് ചിൽഡ്രനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആണെങ്കിൽ സോ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് ചിൽഡ്രനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ. സോ ഫസ്റ്റ് ചിൽഡ്രൻ ആണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നതെങ്കിൽ നോക്കാം. ചിൽഡ്രൻ ആണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഈസ് exempt if value of education is up to ₹1,000 per month per child and education is provided. ഇത് അലവൻസ് അല്ല. സോ ഇവിടെ സ്റ്റുഡൻസ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ആയിട്ട് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അലവൻസും പെർക്യൂസിറ്റും രണ്ടാണ്. സോ ഇതെന്താണ്? ഇത് ചിൽഡ്രന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. സോ അപ് ടു ₹1,000 പെർ മന്ത് വരെ ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. Then education is provided in employers
on institute or institute where employer have tie-ups. Employer having tie-up. Okay. So up to 1,000 ആയിരിക്കണം. എംപ്ലോയറുടെ സ്വന്തോ അല്ലെങ്കിൽ എംപ്ലോയർ ടൈപ്പ് ഉള്ള സ്ഥലത്താണെങ്കിൽ എത്താണ് ചിൽഡ്രന് up to 1,000 വരെ exempted ആണ്. Then otherwise, that means ഈ പറയുന്ന എന്തെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ fully taxable. ഈ പറയുന്ന ഏതെങ്കിലും കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ എന്താണ് fully taxable ആകും. fully taxable. If any condition violated, then fully taxable. Clear ആണോ? So പ്രോബ്ലത്തില് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യും നെക്സ്റ്റ് ക്ലാസ്സില്. Then for other relatives, so for others അല്ലെങ്കിൽ relatives ആണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റില് relatives ആണെന്നുണ്ടെങ്കിലും fully taxable. fully taxable. So ഇതാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്താൽ അട്രാക്ട് ചെയ്യുന്ന പെർക്വിസിറ്റിന്റെ ടാക്സബിലിറ്റി. സോ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാക്കിയെല്ലാം ജസ്റ്റേജ് ക്വസ്റ്റ്യൻ RFIയും ദെൻ കാർ യൂസ് ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിച്ചോണം. അത് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യണം. ആരാണ് ഓൺ ചെയ്യുന്നത്, ആരാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ് പാർട്ട്ലി പേഴ്സണൽ പർപ്പസ് ആയിരിക്കും ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരണം. ഒരു പോയിന്റ് കൂടെ ഡിസ്കസ് ചെയ്യാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ദാറ്റ് മീൻസ് ESOP. എംപ്ലോയർ എംപ്ലോയിക്ക് ഷെയർസ് കൊടുക്കണം. Employer offers shares to employee. Okay. So outsider കൊടുക്കുന്ന അതേ വിലയ്ക്ക് എംപ്ലോയിക്ക് ഷെയർ കൊടുത്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? സോ ഫസ്റ്റ് നമ്മൾ പെർക്വിസിറ്റിന്റെ ജനറൽ കോൺസെപ്റ്റ് എന്താണ്? എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ് എംപ്ലോയിക്ക് കൊടുത്തെങ്കിൽ എന്താണ് പെർക്വിസിറ്റ് അട്രാക്ട് ചെയ്യും. സോ ഇവിടെ സെയിം വിലക്ക് കൊടുത്താൽ എന്തെങ്കിലും പെർക്വിസിറ്റ് ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് മീൻസ് എന്താണ്? കൺസെഷണൽ റേറ്റിൽ കൊടുത്താൽ അറ്റെ കൺസെഷണൽ റേറ്റ് കൊടുത്താൽ എന്ത് അട്രാക്ട് ചെയ്യും? പെർക്വിസിറ്റ് അട്രാക്ട് ചെയ്യും. ദെൻ പെർക്വിസിറ്റ് അട്രാക്ട് ചെയ്യുമെങ്കിൽ എന്താണ്? ടാക്സബിൾ പെർക്വിസിറ്റ്. നമ്മുടെ ഇവിടെയും പെർക്വിസിറ്റ് ആണോ ടാക്സബിൾ പെർക്വിസിറ്റ് കണ്ടുപിടിക്കണം. എന്തായിരിക്കും? സോ കൊടുത്തിട്ടുണ്ടെങ്കിൽ FMV ഓഫ് ഷെയർസ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്, അതിൽ നിന്ന് എന്താണ് എത്രയിനാണോ കൊടുത്തത് ഇഷ്യൂ പ്രൈസ്, എത്രയിനാണോ എംപ്ലോയി വാങ്ങിച്ചത്. സോ താഴെ സ്റ്റാർട്ട് എടുക്കാം. FMV taken on the date on which option is exercised by employee എന്നാണോ ഓപ്ഷൻ എക്സർസൈസ് ചെയ്തത് അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ ഇതാണ് ടാക്സബിൾ പെർക്വിസിറ്റ് ഇൻ കേസ് ഓഫ് ഒന്നുമില്ല. ഷെയർസ് ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതിൽ നിന്ന് എന്താണ് ഇഷ്യൂ പ്രൈസ്. സോ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറഞ്ഞ പ്രൈസിലാണ് ഷെയർസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ സോ എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ് ഈസ് ഗിവൺ ടു എംപ്ലോയി. അതെന്തായിട്ട് കൂട്ടും? അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയോ? അതെന്താണ്? നോർമൽ സാലറി അല്ല, പെർക്വിസിറ്റ്. നമുക്ക് ഇനിയും ആക്ച്വലി സാലറി ചാപ്റ്ററിൽ ഒരേ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. 17 സബ്സെക്ഷൻ 2 ക്ലോസ് 7ഉം ക്ലോസ് 7, 8 ആണ്. സോ എഡ്യൂക്കേഷന്റെ കേസിൽ ആരാണെങ്കിലും
എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണെങ്കിലും. സോ അയാൾക്കാണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്, ചിൽഡ്രൻ ആണെങ്കിൽ അപ് ടു 1000. ബാക്കി എല്ലാവർക്കും എന്താണ് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, സോ അതേഴ്സ് ചിൽഡ്രൻ ആൻഡ് റിലേറ്റീവ്സ്, വേറെ റിലേറ്റീവ് അല്ലാത്ത വേറെ ആർക്ക് കൊടുത്താലും ടാക്സബിൾ ആണ്, നോക്കുക പോലും വേണ്ട. സോ എംപ്ലോയി ആൻഡ് റിലേറ്റീവ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന രീതിയിലാണ് പറയുന്നത്. നോർമലി ചിൽഡ്രന്, സ്പൗസ്, ഡിപ്പെൻഡന്റ്, പാരന്റ്സ് ഒക്കെയാണ് നോർമൽ സെനാരിയോയില് റിലേറ്റീവ്. അതല്ലാണ്ട് ആർക്കും മേടിച്ചു കൊടുത്താലും എന്താണ് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ടേ കൂട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യത്തില്ല, അങ്ങനെ കൊടുക്കില്ല നോർമലി. സോ വേറെ ആർക്ക് കൊടുത്താലും ദാറ്റ് മീൻസ് ചിൽഡ്രൻ അല്ലാതെ വേറെ എംപ്ലോയിക്ക് ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ചിൽഡ്രൻ ആണെങ്കിൽ അപ് ടു ₹1000 ആണ്. ബാക്കി എല്ലാവർക്കും എന്താണ് ഫുള്ളി ടാക്സ്. സോ ദെൻ നമുക്ക് ആ 17 സബ്സെക്ഷൻ 2 ക്ലോസ് 7 7A അക്രീഷൻ ഉള്ളത്. ദെൻ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ലാസ്റ്റ് ഇയറിൽ വന്ന അമെന്റ്മെന്റ് ആണ്. ഒത്തിരി പേര് അത് തെറ്റായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് അടുത്ത ദിവസം അതും ഡിസ്കസ് ചെയ്യാം. ദെൻ പ്രോബ്ലംസ് കൂടെ ഉള്ളൂ. സോ ഇത്രയും നന്നായിട്ടൊന്ന് നോക്കുക ആദ്യം മുതൽ. ദാറ്റ് മീൻസ് നമ്മൾ സാലറിയുടെ ടാക്സബിൾ സാലറി കണ്ടുപിടിക്കാൻ പോവാണ്. സോ ദാറ്റ് മീൻസ് എന്താണ് 17(1) അതിനകത്ത് അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം എന്തോരും 10 സബ്സെക്ഷൻ 10 വരാം, 10A വരാം, 10AA വരാം, 10C വരാം, 10B വരാം, then 10 subsection 11, 12 subsection 11, 12, 13 വരാം. Then employees RPF in excess of 12% of salary, interest credited 9.5% per annum വരാം. Then അതിനുശേഷം എന്താണ് 10 subsection 13A അല്ലെങ്കിൽ 10 subsection 14 ഉള്ള exemptions, allowances വരാം. സോ taxable allowance then perquisites അതും കയറി വന്നിട്ട് then ആ കണ്ടുപിടിക്കുന്ന ഗ്രോസ് സാലറി എന്താണ് സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻ കഴിച്ച് കിട്ടുന്ന സാലറി ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് തിയറി ഇതുവരെ അപ് ടു ദിസ് പോയിന്റ് പ്ലസ് 17 സബ്സെക്ഷൻ 2 ക്ലോസ് 7 7A അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്ത ഉടനെ തന്നെ അതിന്റെ പ്രോബ്ലം കൂടെ ചെയ്യണം. അതുകൊണ്ടാണ്. സോ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ഫോർമുലാസ് പെട്ടെന്ന് ക്ലിയർ ആകില്ല. സോ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ഞാനത് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ പോർഷൻ ഡിസ്കസ് ചെയ്യാം. സാലറിയുടെ റിമൈനിങ് പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് സാലറി ഫിനിഷ് ചെയ്യാം. ക്ലിയർ അല്ലേ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയാസ്? സോ റിമൈനിങ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.